എങ്ങനെ ആ ഒരു ഘട്ടത്തിലൊക്കെ പ്രതിസന്ധി ഘട്ടത്തിൽ വെല്ലുവിളി സിസ്റ്ററിന് എങ്ങനെ സിസ്റ്ററിന്റെ ആ ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ആ പുഞ്ചിരിയാണ്. എങ്ങനെ പുഞ്ചിരിക്കാൻ സാധിക്കും? എനിക്ക് കിട്ടിയ വിമർശനങ്ങൾ ഏറെ പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അതെന്റെ നേച്ചറാണത്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുവാണെങ്കിലും ഞാൻ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് എനിക്കറിയില്ലായിരുന്നു ഒരു കാലഘട്ടത്തിലൂടെ എന്നെ കടത്തിക്കൊണ്ടുപോയത് ഒരു സഭയ്ക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാക്കി എന്നെ മാറ്റുവാനായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അത് തീർച്ചയായും കർത്താവിൻ്റെ അത്ഭുതകരമായ കരങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് വെച്ചില്ല, എനിക്ക് എഴുതി തീർന്നോളം വരെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അതെന്താ എനിക്കത് പരിശുദ്ധാത്മാവിന് പ്രാർത്ഥനയായിരിക്കും. ചിലപ്പോൾ പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പം ഈശോ തന്നെ ഞാൻ തോന്നാറുണ്ട്. എനിക്ക് ഈശോ തരുന്ന ഒരു ഇൻസ്പിറേഷനാണ് തോന്നുന്നത്. ഒരു പ്രതിസന്ധി നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് നിന്ന് അതിനെ ജയിക്കുക എന്നുള്ളതാണ്. ഐ ലൈക്ക് ടു ഡു. ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ റെഡിയാണ്. എനിക്ക് തന്നാക്കുന്ന എല്ലാ കഴിവും മാക്സിമം ഞാൻ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. സിസ്റ്റർ കൈ തന്നു. എനിക്ക് സിസ്റ്ററിനെ ഞാൻ കണ്ടില്ല. ഹെലീന സിസ്റ്ററിനെ ഞാൻ കാണുന്നത് സോഷ്യൽ മീഡിയയിൽ. ആദ്യമായിട്ട് ഞാൻ റെസ്പോൺസ് ചെയ്തപ്പോഴും പേരൊക്കെ കണ്ടുപിടിച്ച് കറക്റ്റാണെന്ന് നോക്കി എഴുതിയപ്പോഴും അത് ഞാൻ കാണാത്തൊരു സിസ്റ്ററിന് വേണ്ടി, എവിടെയോ താമസിക്കുന്ന സിസ്റ്ററിന് വേണ്ടി എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ചാരിതാർത്ഥ്യം തോന്നി. സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ശേഖരിച്ച് വെച്ചായിരുന്നു. അപ്പോൾ എനിക്ക് പോലും ചില കാണുമ്പോൾ ഞാൻ കണ്ണ് നിറഞ്ഞു. ശരി, ഞാൻ എന്നെ അതിൽ വെച്ചപ്പം ശരിക്കും കണ്ണു നിറഞ്ഞായിരുന്നു. അപ്പൊ ഈശോ സിസ്റ്റർ കാണല്ലേ, ഹെലിൻ സിസ്റ്റർ ആരും കാണിക്കരുത് അങ്ങനെ ഞാനത് കാണുന്നുണ്ട്. പക്ഷെ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഞാൻ എന്റെ ഉള്ളിൽ അത് ഏറ്റെടുത്തിട്ടില്ല. സിസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് തീർച്ചയായും ലോകം മുഴുവനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള വലിയൊരു കാര്യമായിരുന്നു. തീർച്ചയായും രാവും പകലും ഞാൻ മാത്രമല്ല, കമ്മ്യൂണിറ്റിയുള്ള സിസ്റ്റേഴ്സ് ദിവ്യകാരുണ്യനാഥന്റെ മുന്നിലായിരുന്നു. ഞങ്ങൾക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് തോന്നുന്നില്ല. അത്രയും ബോണ്ടായിട്ടാണ് നിൽക്കുന്നത് തമ്പുരാന്റെ മുന്നിൽ. ഞങ്ങൾ എല്ലാവരും രാത്രിയും ഞങ്ങൾക്ക് ഉറക്കം അങ്ങനെ ഇല്ല, ഉറക്കം വരുന്നില്ല. അതവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളൊക്കെ ഒന്നും അല്ലാതായി മാറുക. സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചിത്രങ്ങളും ഒക്കെ വെച്ച് വളരെ മോശമായിട്ട് ആക്രമിക്കുന്നു. ഇവരോട് ക്ഷമിക്കാൻ സിസ്റ്ററിന് സാധിക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ക്രിസ്മസിന്റെ ആശംസകൾ നേരുകയാണ്. കത്തോലിക്ക സഭയ്ക്ക് ആത്മീയ സൗന്ദര്യം പകരുന്നതിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സന്യാസം. തങ്ങളുടെ സന്യസ്ത ജീവിതത്തിലൂടെ, സമർപ്പിത ജീവിതത്തിലൂടെ തങ്ങളായിരിക്കുന്ന മേഖലകളിൽ ഈശോയെ കൊടുക്കുന്ന, സുവിശേഷം പകർന്നു കൊടുക്കുന്ന, ധീരമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന, ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പുലിക്കുട്ടികളായിട്ടുള്ള നിരവധി സന്യസ്തർ നമുക്ക് ചുറ്റിലുമുണ്ട്. ഇന്ന് അത്തരത്തിൽ പുലിക്കുട്ടികളായിട്ടുള്ള സന്യസ്തരുടെ പ്രതിനിധികളായിട്ട് 2 സന്യസ്തർ ഇന്ന് ഷെക്കീന ന്യൂസിനൊപ്പം ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ ചേരുകയാണ്. മറ്റാരുമല്ല, കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള, നമുക്കറിയാം വളരെയധികം പ്രതിസന്ധിയുടെയും ഒരു വെല്ലുവിളിയുടെയും ആ ഒരു കാലഘട്ടത്തിൽ ധീര നിലപാടുകൾ കൊണ്ട് ക്രൈസ്തവർക്കും ഒപ്പം തന്നെ പൊതുസമൂഹത്തിൽ വളരെ വലിയൊരു ആവേശം പകർന്നു നൽകിയ ബഹുമാനപ്പെട്ട സിസ്റ്റർ ഹെലീന ആൽബിയാണ്. സിസ്റ്റർ അഗസ്റ്റീനിയൻ സന്യാസിനി സമൂഹാംഗമാണ്. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾക്ക് ഏറ്റവും സുപരിചിതയായിട്ടുള്ള സിസ്റ്റർ സോണിയ ചാക്കോഡിസി, സിസ്റ്റർ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ സന്യാസിനി സമൂഹാംഗമാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഈശോയെ കൊടുക്കുന്നതിൽ, ക്രൈസ്തവ വിശ്വാസത്തിന് നേരെ വരുന്ന വെല്ലുവിളികൾക്കെതിരെ പ്രതിരോധം തീർക്കുന്നതിൽ സോണിയ സിസ്റ്ററിൻ്റെ ആ പോസ്റ്റുകളും ഇടപെടലുകളും ഒക്കെ വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പുലിക്കുട്ടികളായിട്ടുള്ള ഹെലീന സിസ്റ്ററിനെയും സോണിയ സിസ്റ്ററിനെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ഹെലീന സിസ്റ്റർ സ്വാഗതം, സോണിയ സിസ്റ്റർ സ്വാഗതം. ആദ്യം ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ്. ഞാൻ ആദ്യം ഹെലീന സിസ്റ്ററിലേക്ക് തന്നെ വരികയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ സന്യസ്തരിൽ ഈ വർഷത്തെ ഒരു വാർത്താ താരം എന്ന് പറയുന്നത് ഹെലീന സിസ്റ്ററാണ്. ഞാൻ പറഞ്ഞതുപോലെ വലിയ വെല്ലുവിളികൾ ആ ഒരു ഘട്ടത്തിൽ ആ വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, ഹിജാബ് വിഷയമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. അപ്പം ഞാൻ സിസ്റ്ററിൻ്റെ ദൈവവിളി അനുഭവത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ സിസ്റ്ററിനെ നേരിട്ട് കാണുമ്പോൾ ആദ്യം ചോദിക്കാൻ മനസ്സിൽ കരുതിയൊരു ചോദ്യമുണ്ട്. ഈ പ്രതിസന്ധികൾ നമുക്കറിയാം, ഒരു സന്യസ്തയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പ്രതിസന്ധിയായിരുന്നു. പക്ഷെ എങ്ങനെ ആ ഒരു ഘട്ടത്തിലൊക്കെ പ്രതിസന്ധി ഘട്ടത്തിൽ വെല്ലുവിളി സിസ്റ്ററിന് ഇങ്ങനെ സിസ്റ്ററിന്റെ ആ ഒരു ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ആ പുഞ്ചിരിയാണ്. എങ്ങനെ പുഞ്ചിരിക്കാൻ സാധിക്കുന്നു? വിളിയും തിരഞ്ഞെടുപ്പും തീർച്ചയായും അത് കർത്താവിൻ്റെതാണ്. അത് അവൻ വിശ്വസ്തനാണ് എൻ്റെ കാര്യത്തിൽ എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ആ തിരഞ്ഞെടുപ്പിനോട് 100% വിശ്വസ്തത പുലർത്തിക്കൊണ്ട് തന്നെയാണ് വിളി സ്വീകരിച്ച് ഞാൻ ഈ സന്യാസ സമൂഹത്തിൽ ആയിരിക്കുന്നത്. ഒത്തിരിയേറെ
കടമ്പകൾ കടന്നിട്ട് വേണം ഈ ഒരു വിളിയിലേക്ക് തന്നെ വരാനായിട്ട്, കടന്നു വരാനായിട്ട്. അതിന് ഒത്തിരി പേര് സഹായിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ടുള്ള ആ ഒരു നിലപാട് അത് എങ്ങനെ ആയിരിക്കണമെന്ന് നമുക്കറിയില്ല. ആദ്യമേ തന്നെ നമ്മുടെ സ്വന്തം നിലപാടുകളേക്കാൾ അധികം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ അവർ നമ്മളെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മുടെ ഒരു ട്രാക്കിലേക്ക് കടത്തിവിടുന്ന ഒത്തിരി പേരുണ്ട്. എൻ്റെ ലൈഫിൽ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ഏറെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മ തന്നെയാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ നിന്നെ അറിഞ്ഞു എന്ന ആ തമ്പുരാന്റെ വചനം അതിപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. ദൈവം അറിഞ്ഞു, വിളിച്ചു, സ്വീകരിച്ചു, തൻ്റെ പ്രിയ മണവാട്ടിയാക്കി എന്നെ മാറ്റി. അത് എനിക്കറിയില്ലായിരുന്നു. ഒരു കാലഘട്ടത്തിലൂടെ എന്നെ കടത്തിക്കൊണ്ടുപോയത് ഒരു സഭയ്ക്ക് തന്നെ ഒരു മുതൽക്കൂട്ടാക്കി എന്നെ മാറ്റുവാനായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അത് തീർച്ചയായും കർത്താവിൻ്റെ അത്ഭുതകരമായ കരങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതം കൊണ്ട് അവിടുത്തെ ഏകരക്ഷകനായി പറയുവാനുള്ള വലിയ ഒരു അനുഭവത്തിലൂടെ കടത്തിവിടുകയായിരുന്നു ക്രിസ്തു. സിസ്റ്ററിന്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ഈ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുവാൻ അങ്ങനെ ഏതെങ്കിലും പ്രത്യേക ഇൻസിഡൻസോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു ഇടപെടലുകളോ, അല്ലെങ്കിൽ നമുക്കറിയാം പലർക്കും പല ചിലരുടെ വിശുദ്ധ ജീവിതങ്ങൾ, പുണ്യ ജീവിതങ്ങളൊക്കെ അവരുടെ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ വലിയൊരു ഇൻസ്പിറേഷൻ വരും. അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ സിസ്റ്ററിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ മനസ്സിൽ ഈ ഒരു വിളിയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ കടന്നു വരുന്നത് ഞങ്ങളുടെ ഇടവകയിൽ, എൻ്റെ ഇടവകയിൽ സലേഷ്യൻ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻ്റ് ഉണ്ട്. ഞാൻ ആ ചെറുപ്പം മുതലേ അവിടെ ലിറ്റിൽ വേ എന്നൊരു ചെറിയൊരു സംഘടനയുണ്ട്. അതാണ് എന്നെ കൂടുതലായിട്ടും ഇതിലോട്ട് വളർത്തിയതും പ്രോത്സാഹിപ്പിച്ചതും എന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതൊരു വേ ആയിരുന്നു, ഒരു ട്രാക്കായിരുന്നു, എന്നെ ദൈവവിളിയിലോട്ട് അടുപ്പിക്കാനുള്ള ഒരു ട്രാക്കായിരുന്നു. അതുപോലെ തന്നെ സിസ്റ്റേഴ്സിൻ്റെ ഇടപെടലുകൾ, സലേഷ്യൻ സിസ്റ്റേഴ്സിൻ്റെ ഇടപെടലുകൾ, അവരുടെ ഹൗസ് വിസിറ്റ് ചെയ്യുക, അങ്ങനെ ഒരു പേഴ്സണൽ കോണ്ടാക്ട്, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കൂടുതലും ആ ഒരു ലൈഫിലോട്ടുള്ള ഒരു ഇഷ്ടം തോന്നി. സോണിയ സിസ്റ്ററിന്റെ കൂടുതൽ പരിചയം സോഷ്യൽ മീഡിയയിലൂടെയാണ്. ശരിക്കും എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, പ്രത്യേകിച്ച് മാധ്യമങ്ങള് സഭയ്ക്കെതിരെ വലിയ രീതിയിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ സിസ്റ്ററിന്റെ ഒരു ചാട്ടുള്ളി പോലുള്ള ചില പോസ്റ്റുകളൊക്കെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും വളരെയധികം നമ്മളെ സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകരെയൊക്കെ സംബന്ധിച്ച്, ക്രിസ്ത്യൻ മീഡിയയിലെ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയൊരു ആവേശം നൽകുന്നതാണ്. ശരിക്കും ഉരുളയ്ക്ക് ഉപ്പേരി പോലെ വായടിപ്പിക്കുന്ന രീതിയിലുള്ള മറുപടി. അതിന് പിന്നിൽ ഒരു രഹസ്യം എന്താണ്? അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാനും, നമുക്കൊരു തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിൽ സിസ്റ്റർ സ്കൂളിന്റെ ഒരു ചാർജൊക്കെ ഉണ്ട്, അധ്യാപികയാണ്. അതിൻ്റെ ഇടയിൽ ഓരോ ഇൻസിഡന്റ് വരുമ്പോൾ അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ ഒട്ടും തന്നെ വൈകാതെ അപ്പം തന്നെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുക. അതെങ്ങനെ സാധിക്കും? ഞാൻ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യാറുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ജേർണലിസം കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പം അതിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് സഭയായിട്ട് ബന്ധപ്പെട്ട് എന്തും. സഭയ്ക്കെതിരെയായാലും ഫോറായാലും രണ്ടായാലും, സഭയ്ക്ക് വേണ്ടിയായാലും. അപ്പോൾ ഞാൻ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് ഒരുപാട് പേർക്ക് സഹായമാകുന്നു. ഈവൻ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുമ്പോൾ പോലും എൻ്റെ സഹോദരി സിസ്റ്റേഴ്സും കൂട്ടുകാരും കുട്ടികളും അധ്യാപകരും പലരും പറയും, ഞങ്ങൾ സിസ്റ്ററിൻ്റെ പോസ്റ്റ് കണ്ടാൽ ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെ സംഭവിച്ചു എന്നും. അപ്പോൾ അവർ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാണെങ്കിൽ നമ്മൾ നിർത്താൻ പാടില്ലല്ലോ. അപ്പം ഒരു ചെറിയ പോസ്റ്റ്, ഒരു വചനം ഇടുകയാണെങ്കിൽ, ഒരു ഫോട്ടോ ഇടുകയാണെങ്കിൽ, ഒരു അപ്ഡേറ്റ്, ഒരു ഇന്ന് സംഭവിച്ചാലിടുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ഒരു അറിവായിട്ട് മാറും, അത് അവർക്കൊരു സഹായമായിട്ട് മാറുമ്പോൾ അതെന്നെ സഹായിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇതിങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇത്ര ഒന്നുമില്ല, ഒരു പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടാകാറില്ല. പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഉള്ളിൽ നിന്ന് വരുക, ഞാൻ എഴുതണം. അപ്പോൾ എഴുതണമെന്ന് തോന്നി എന്തും അപ്പം തന്നെ എഴുതാറുള്ളത്. അതിന് ഞാൻ ചിന്തിക്കാറില്ലേ. അറിയത്തില്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിക്കാറുണ്ട്. അപ്പോൾ എഴുതി കഴിയുമ്പോഴും എനിക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ക്യാനലോ അങ്ങനത്തെ വല്ല കുറച്ച് ആഴമായിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ അതുപോലെ തെറ്റുണ്ടാവുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചറിയണം, ഇത് ഞാൻ എഴുതി തെറ്റുണ്ടോ. അല്ലെങ്കിൽ ചോദിക്കാറില്ല. ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് സമയമില്ലെന്ന് വെച്ച് ഇപ്പോൾ സമയമില്ലോ അന്ന് വെച്ചാൽ ഇല്ല, എനിക്ക് എഴുതി തീർന്നോളം വരെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു അതെന്താ എനിക്കത് പരിശുദ്ധാത്മാവിന് പ്രവർത്തനമായിരിക്കും. ചിലപ്പോൾ പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പം ഈശോ തന്നെയാണെന്ന് തോന്നാറുണ്ട്. എനിക്ക് ഈശോ തരുന്ന ഒരു ഇൻസ്പിറേഷനാണെന്ന് തോന്നുന്നത്. ദൈവം ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട് എഴുതാൻ വേണ്ടി, എഴുതുന്നു. സിസ്റ്ററിന്റെ ആ ദൈവവിളിയെ കുറിച്ച് അറിയാനൊരു ആകാംക്ഷയുണ്ട്. എനിക്ക് സിസ്റ്റർ മിഷൻ മേഖലകളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദൈവവിളിയിലേക്ക് സന്യാസ ജീവിതം, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സന്യാസ ജീവിതത്തെ ഒത്തിരി ആവേശത്തോടെ സിസ്റ്റർ പുലുകിയിട്ടുണ്ട്. സിസ്റ്ററിന്റെ എഴുത്തുകളിലൂടെയൊക്കെ കൃത്യം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ളൊരു സാഹചര്യം ഒന്ന് പങ്കുവയ്ക്കാം.
സന്യാസ ജീവിതത്തിലേക്കുള്ള സന്യാസം സിസ്റ്റർ ആവണമെന്നുള്ള ആഗ്രഹം ആദ്യമായിട്ട് എൻ്റെ മനസ്സിലുള്ളത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പം 1997 മദർ തെരേസ മരിച്ച സമയം ഞാനത് ഓർക്കുകയാണ്. ആ 97 സെപ്റ്റംബർ 5-ാം തീയതി അന്ന് ആദ്യമായിട്ട് TV-യിലും ന്യൂസ് പേപ്പറിലും ആ പിക്ചേഴ്സ് ഒക്കെ എനിക്ക് ഇപ്പോഴും ഓർക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മദർ തെരേസ മരിച്ചപ്പോൾ കരഞ്ഞത് മദർ തെരേസ ശുശ്രൂഷിച്ച മക്കളാണ്. അപ്പോൾ അതുപോലുള്ള ഒരുപാട് പാവങ്ങളെ സഹായിക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹം അന്ന് തൊട്ട് മനസ്സിലുണ്ട്. ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ സിസ്റ്ററാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മതാധ്യാപകർ പറഞ്ഞു ഇപ്പൊ പോകണ്ട, 2 വർഷം കൊണ്ട് കഴിഞ്ഞു പോയാൽ മതി എന്ന് പറഞ്ഞു. പപ്പായ അങ്ങനെ പറഞ്ഞു. അപ്പോൾ +2 പഠിക്കുന്ന സമയത്ത് +1 പഠിക്കുന്ന സമയത്ത് മിഷൻ ലീഗിന് കാര്യമായിട്ട് പ്രവർത്തിക്കുമായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അങ്ങനെ ക്ലാസ്സൊക്കെ പോകുമ്പോൾ എനിക്ക് കൊച്ചുറേസിയായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ ശാലവും ന്യൂസ് പേപ്പറിലൂടെ വായിക്കുകയായിരുന്നു മിണ്ടാവടത്തെ കുറിച്ച്. അപ്പോൾ ഈ മിണ്ടാവടത്തിൽ ചേർന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് ഞാൻ എഴുതി. ഞാൻ എൻ്റെ +2 പരീക്ഷയുടെ സമയത്ത് ഞാൻ സ്റ്റഡി ലീവിന് ഞാൻ വായിച്ച പുസ്തകം നവമാലികയായിരുന്നു. അന്ന് വെച്ചുകൊണ്ട് മാർക്ക് കുറഞ്ഞില്ല. അപ്പം മാർക്ക് കഴിച്ച് നന്നായിട്ട് തന്നു. അപ്പോൾ എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, എനിക്ക് സിസ്റ്ററാണെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയുന്നത് സിസ്റ്റർ പോകുന്നവരെ ഒന്നെങ്കിൽ കാശില്ലാത്തവരാണ്, പൈസ ഇല്ലാത്തവരാണ്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ സിസ്റ്റർ ആവണം, എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ഏറ്റവും നന്നായിട്ട് മാർക്ക് വാങ്ങിട്ട് പോകണം, ഏറ്റവും നല്ല മാർക്ക് വാങ്ങണം. ആരും ഞാൻ ഇന്ന കാലം കൊണ്ട് പോയിന്ന് എന്നെക്കുറിച്ചോ എൻ്റെ കുടുംബത്തെക്കുറിച്ചോ പറയാൻ പാടില്ല. ഞാൻ നല്ല മിടുക്കിയായിട്ട് തന്നെ പോകണം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ +2 പരീക്ഷ എഴുതി. ഞാൻ സ്കൂൾ റിസൾട്ട് വന്നു കഴിഞ്ഞ പാടെയാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഞാൻ വികാരിച്ചെടുത്ത് പോവാണ്, എനിക്ക് മിണ്ടാമടത്തിൽ ചേർന്ന് വെച്ചാൽ റിസൾട്ട് ഞാൻ സ്കൂളിൽ ഫസ്റ്റ് ആയിരുന്നു. കൊമേഴ്സിൽ ആദ്യമായിട്ട് ഞങ്ങൾ അത്രയും ഡിസ്റ്റിങ്ഷൻ മാർക്ക് ആ ബാച്ചിൽ ഞങ്ങൾക്ക് വന്ന ബാച്ചിലെല്ലാം എനിക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സന്തോഷത്തോടു കൂടി വായിച്ചു. എനിക്ക് സിസ്റ്റർ വേണ്ടി ആഗ്രഹമാണ്. വികാരിച്ചും പറയാം എന്നോട്, സണ്ണി തയ്യലച്ചൻ തലശ്ശേരി അതിരൂതിൽ ആ തയ്യലച്ചൻ പറയാണ് സോണിയ ഒരുപാട് ടാലൻസ് സോണിയക്കുണ്ട്, കൊച്ചുദേശിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഈ ടാലൻസ് ഒക്കെ ഈശോ വേറൊരു തരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ കത്ത് തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എന്ത് ചെയ്യും? 2ാമത്തെ ഓപ്ഷനായിട്ട് മനസ്സിലുണ്ടായിരുന്നത് പാവങ്ങളെ സഹായിക്കുന്ന ആ മനസ്സിലുണ്ടല്ലോ. അപ്പോൾ വിൻസെന്റ് പോളിന്റെ ആ പിക്ചർ എനിക്ക് കിട്ടിയായിരുന്നു. ഞാൻ ദൈവവിളി ക്യാമ്പിന് 10ാം ക്ലാസ്സിൽ പോയപ്പോൾ അപ്പോൾ മാതാവിന്റെ പിക്ചറൊക്കെ. അപ്പം കൊച്ചുറേസിക്ക് ചൈനയിൽ പോയിട്ട് ഒരു പ്രേക്ഷിതയായിട്ട് വരയ്ക്കുന്ന ഒരു ആഗ്രഹം. എനിക്ക് ചൈനയിൽ പോകണം, അതിൻ്റെ ഒരു ആഗ്രഹം. ചൈനയിൽ പോകണം, സിസ്റ്റർ ആയിരുന്നു. അപ്പം ചൈനയിൽ പോകണമെങ്കിൽ അപ്പം ഏത് കോൺഗ്രസ് ചെയ്യണം? അപ്പം ഞാൻ നോക്കിയപ്പോൾ വിശുദ്ധ വിൻസെന്റ് പോളിന്റെ ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി വിൻസെന്റ് പോൾ 84 രാജ്യങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു പാവങ്ങളെ. അപ്പോൾ 84 രാജ്യം കൊണ്ട് ഉറപ്പായിട്ടും ചൈനയിൽ കാണും. അപ്പോൾ ചൈനയിൽ പോകാൻ വേണ്ടിയും പാവങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കോൺഗ്രിഗേഷനിൽ മെല്ലാക്ക് ഭവൻ മാടത്തിലാണ് ചേർന്നത്. അങ്ങനെ അതാണ് കുഞ്ഞു ദൈവവിളി ചരിത്രം. സിസ്റ്റർ പറഞ്ഞാൽ ഇപ്പം മിണ്ടാമടത്തിൽ ചേരാൻ ആഗ്രഹിച്ച സിസ്റ്റർ ഇപ്പോൾ എന്താ പറയുക, അത് തുടർച്ചയായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി തന്നെയാണ്. സിസ്റ്റർ, ഞാൻ സിസ്റ്ററിലേക്ക് വരുമ്പോൾ സിസ്റ്റർ അഗസ്റ്റീനിയൻ സന്യാസിനി സമൂഹാംഗമാണ്. ആ ഒരു സമൂഹം തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇപ്പം സോണിയ സിസ്റ്ററിനെ പോലെ ചൈനയിൽ പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സമൂഹം തിരഞ്ഞെടുക്കുന്നു. അതിന്റെ പിന്നിലൊരു കാരണം. അപ്പം മറ്റൊരു കാര്യം കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സിസ്റ്ററെ. നമുക്കറിയാം ആ ഒരു പ്രതിസന്ധികൾ, വെല്ലുവിളികളൊക്കെ ഉണ്ടായ ഒരു സമയത്ത്, ആ വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ശരിക്കും എന്നെ പേഴ്സണലി സ്പർശിച്ച ഒരു കാര്യമാണ് സിസ്റ്ററിനെ സന്യാസ സമൂഹത്തിൽ നിന്ന് ലഭിച്ച ആ ഒരു പിന്തുണ എന്ന് പറയുന്നത്. ഒറ്റക്കെട്ടായിട്ട് സിസ്റ്ററിന്റെ കൂടെയുള്ള സന്യാസികൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന സിസ്റ്ററിന്റെ പിന്തുണയായിരുന്നു. അത് വലിയൊരു ഹൃദയസ്പർശിയായിരുന്ന ഒരു അനുഭവമായിരുന്നില്ല? 2 ചോദ്യങ്ങൾ. ഏറെ പ്രത്യേകമാവിധം എനിക്ക് ഇവിടെ പറയാനുള്ളത് ഞങ്ങളുടെ അഗസ്റ്റീനിയൻ സിസ്റ്റേഴ്സാണ്. അഗസ്റ്റീനിയൻ സിസ്റ്റേഴ്സ് ഞങ്ങൾ സഭാപിതാവായ സെയിൻറ്റ് അഗസ്റ്റിൻ്റെ മാതൃക പിന്തുടർന്ന് മുന്നോട്ട് പോകുന്നവരാണ്. ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ നമുക്കെല്ലാവർക്കും അറിയാം 3 വ്രതങ്ങളുണ്ട് ഒരു സന്യാസിക്ക്. 4ാമത്തെ ഒരു വ്രതമായിട്ട് നമ്മൾ എടുക്കുന്നത് കമ്മ്യൂണിറ്റി ലൈഫാണ്. അത് സെയിൻറ്റ് അഗസ്റ്റിൻ മെയിനായിട്ട് പ്രൊമോട്ട് ചെയ്ത ഒരു കാര്യമാണ്. ഒറ്റക്കല്ല ഒരാൾ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോവുക, കൂട്ടത്തോടെയാണ്, കമ്മ്യൂണിറ്റി ഉൾപ്പെടെയാണ് പോകുന്നത്. അവിടെ ഇൻഡിവിജ്വലിന് അവിടെ പ്രാധാന്യമില്ല, ഗ്രൂപ്പായിട്ടാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ഞങ്ങൾ ആ ഒരു സെയിൻറ്റ് അഗസ്റ്റിൻ എന്താണോ ഞങ്ങളെ പഠിപ്പിച്ചത്, നമ്മളെ മാത്രമല്ല സഭയെ മൊത്തം പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. എല്ലാവരും കൂട്ടത്തോട് നിൽക്കുക. ഒരു പ്രതിസന്ധി നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് നിന്ന് അതിനെ ജയിക്കുക എന്നുള്ളതാണ്. ഏതാണ് നീതി, ഏതാണ് ന്യായം എന്നറിഞ്ഞുകൊണ്ട് അതിനൊപ്പം, സത്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ള ഒരു വലിയൊരു മാതൃക ഞങ്ങൾക്ക് കിട്ടി. അത് തീർച്ചയായും ലോകത്തിന് മൊത്തം ഞങ്ങൾക്ക് സമ്മാനിക്കാൻ സാധിച്ചതും അത് തന്നെയാണ്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കോൺഗ്രിഗേഷൻ മൊത്തം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് അതിനെതിരെ നിൽക്കാനായിട്ടുള്ള ഒരു ചങ്കൂറ്റം കാണിച്ചു എന്നുള്ളതാണ് വലിയൊരു സത്യം. സിസ്റ്റർ വിദ്യാഭ്യാസ മേഖലയിലൂടെയാണ് ഈശോയെ ശുശ്രൂഷിക്കുന്നത്, സന്യാസ ജീവിതത്തിന് സാക്ഷ്യം നൽകുന്നത്.
അപ്പോൾ ആ വിദ്യാഭ്യാസ മേഖലയിൽ പലപ്പോഴും പലരും ഉയർത്തുന്നൊരു വിമർശനമുണ്ട്. നമ്മൾ ഇങ്ങനെ സ്ഥാപനങ്ങൾ പണിയുന്നു, പക്ഷേ എന്താ പറയുക, ഈശോയെ കൊടുക്കുന്നില്ല, സുവിശേഷം പ്രഘോഷിക്കുന്നില്ല, സ്ഥാപനങ്ങൾ മാത്രം അങ്ങനെ പോകുന്നു. അപ്പോൾ സിസ്റ്റർ വിദ്യാഭ്യാസ മേഖലയിലൂടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ ഒരു ക്രൈസ്തവ സന്യാസിനി എന്ന നിലയിൽ നമുക്ക് സുവിശേഷത്തിന് എങ്ങനെ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ സിസ്റ്ററിന് സാധിക്കുന്നു, സുവിശേഷ മൂല്യങ്ങൾക്ക്? കത്തോലിക്ക സ്ഥാപനങ്ങളെല്ലാം നമ്മൾ തുടങ്ങിയത് തന്നെ ഒരു ഇൻറ്റൻഷൻ വെച്ചുകൊണ്ട് തന്നെയാണ്. കാരണം അതിൻ്റെ ഒരു കോർ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൊടുക്കുക, സുവിശേഷവൽക്കരണം, സുവിശേഷമാവുക എന്നുള്ളതാണ്. സെക്കൻഡ് വാറ്റിക്കൻ കൗൺസിലിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അതിൻ്റെ ഒരു വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യത്വവൽക്കരണവും അതുപോലെ തന്നെ സുവിശേഷവൽക്കരണവും അതായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനമായിട്ടുള്ള മാതൃകയാകേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നമ്മൾ എവിടെയായിരിക്കുന്നോ അവിടെയെല്ലാം നമ്മൾ സുവിശേഷം കൊടുക്കുന്നവരാകുക, ക്രിസ്തുവിനെ കൊടുക്കുന്നവരാകുക. ഇതൊരു മൗലികവാദത്തോടൊപ്പം ചേർന്നല്ല ഞാൻ സംസാരിക്കുന്നത്, ആ രീതിയിൽ ഒട്ടുമല്ല സംസാരിക്കുന്നത്. ക്രിസ്തു എന്തായിരുന്നു? ക്രിസ്തു സ്നേഹമാണ് കൊടുത്തത്. ആ സ്നേഹം, അതായത് ഒറ്റപ്പെട്ടവനെയും മാറ്റി നിർത്തപ്പെട്ടവനെയും അവഗണിക്കപ്പെട്ടവനെയും നെഞ്ചോട് ചേർത്ത ക്രിസ്തുവിൻ്റെ ആ സുവിശേഷം കൊടുക്കുക എന്നുള്ളതാണ് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ നമുക്ക് കൊടുക്കുവാൻ സാധിക്കുന്നത്. തന്നെയാണ് ഇപ്പോഴും ആ ഒരു മാതൃക ഞങ്ങളും പിന്തുടർന്നു കൊണ്ടുവരുന്നത്. ഇനി അതിനെതിരായി വരുവാണെങ്കിൽ നമുക്ക് അതിനോട് കോംപ്രമൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഒരിക്കലും. അതുകൊണ്ട് ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളതാണ് ഏത് ക്രൈസ്തവ സ്ഥാപനങ്ങളെ ഉദ്ദേശിച്ചുള്ള എന്തുമായാലും അത് തന്നെ ആയിരിക്കണം നമ്മുടെ പ്രാഥമികമായിട്ടുള്ള നമ്മുടെ കാര്യം. ക്രിസ്തുവിനെ കൊടുക്കുക, സുവിശേഷമാവുക. സോണി സിസ്റ്റർ നേരത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞിരുന്നു, അതായത് ജേർണലിസം പഠിക്കുന്നുണ്ട്, ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ സിസ്റ്ററിന് പോസ്റ്റ് കർത്താവിനെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഈ സന്യാസ ജീവിതത്തെക്കുറിച്ച് ഈ സെക്കുലർ വേൾഡ് ഉന്നയിക്കുന്ന ഒരു വിമർശനമാണ്, ഈ സന്യാസം അടിമത്തമാണ്, അല്ലെങ്കിൽ മഠത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 4 ചുവരുകൾക്കുള്ളിൽ ഇങ്ങനെ തളയ്ക്കപ്പെടുന്ന ഒരു ജീവിതമാണ് സന്യാസം, പിന്നെ ഉയരാൻ പറ്റത്തില്ല, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ അടിച്ചമർത്തി അവിടെ ഇങ്ങനെ ജീവിക്കണം. അപ്പം സിസ്റ്ററിനെ സംബന്ധിച്ച് ജേർണലിസം പഠിക്കാൻ പറ്റുന്നു, ഇപ്പം സോഷ്യൽ മീഡിയയിൽ അത് സന്യാസ സമൂഹത്തിൽ നിന്നും അതിനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നു. അപ്പോൾ ആ ഒരു വിമർശനത്തെ, സിസ്റ്ററിന്റെ ആ ഒരു അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലെ ആ വിമർശനങ്ങളെ സിസ്റ്റർ എങ്ങനെ നോക്കിക്കുന്നത്? വിശുദ്ധ വിൻസെന്റ് പോളിന് കത്തോലിക്ക സഭയുടെ ചരിത്രം തന്നെ മാറ്റാൻ പറ്റി. ഞങ്ങളുടെ സഭ സ്ഥാപിച്ചപ്പോൾ അന്ന് വരെയും 4 ചുമരുകൾക്കിടെ ഉള്ളിൽ കഴിഞ്ഞ സന്യാസ സമൂഹത്തെ സമൂഹത്തിലേക്ക്, അതായത് ലോകത്തിലേക്ക് തന്നെ തുറന്നു കാണിക്കാൻ വേണ്ടി അദ്ദേഹം തുടങ്ങിയതാണ് ഈ സഭ, വിശുദ്ധ ലൂയിസ് ടി മർലാക്കിനോടൊപ്പം. അപ്പോൾ ഞങ്ങളുടെ ശുശ്രൂഷ വിൻസെന്റ് പോൾ പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ മഠം 4 ചുമരുകൾക്കുള്ളിലല്ല, ജനങ്ങളുടെ ഒപ്പം, പാവങ്ങളുടെ ഒപ്പമാണ്. അപ്പോൾ അതുവഴി അപ്പസ്തോലിക സഭ എന്നൊരു പുതിയ സഭ സമൂഹത്തിലുണ്ടായത്. അതിനുശേഷം 200 വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ക്ലോസ് കാനഡയിൽ പോലും വന്നിരിക്കുന്നത്, ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. പാവങ്ങളിലേക്ക് ഏത് തരത്തിലുള്ള പോവർട്ടിയിലേക്കും ഇറങ്ങി ചെല്ലാൻ വേണ്ടിയുള്ള ഒരു വിളിയാണ്. അതിനുള്ള ഉത്തരവാണ് എൻ്റെയും എന്നെപ്പോൾ ഓരോ സന്യാസിയുടെയും. പക്ഷെ വത്തിക്കാൻ സെക്കൻഡിന് ശേഷം എല്ലാ സമൂഹങ്ങളും അതുപോലെ ഒരു തുറവിയിലേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയൊരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ സഭയിൽ ഒരിക്കലും ഒരു നിങ്ങളിവിടുത്തെ നിൽക്കണം അങ്ങനെ. ഞങ്ങൾക്ക് 4 സിസ്റ്റർ പറഞ്ഞ പോലെ 4 ദിവസം ഞങ്ങൾക്കുണ്ട്. 4ാമത്തെ വ്രതം സർവീസ് ഓഫ് ദ പൂറാണ്. ഇനി ഞങ്ങൾ വ്രതം ചെയ്യുന്നത്, ഞങ്ങൾക്ക് നിത്യവ്രതം ഇല്ല, 1 വർഷത്തേക്കാണ് വ്രതം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സഭയിൽ ജോയിൻ ചെയ്ത വർഷം 21,000 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സമൂഹം ഇന്നുമാണ്. അപ്പോൾ 21,000 സിസ്റ്റേഴ്സും എല്ലാ വർഷവും 25-ാം തീയതി, മാർച്ച് 25-ാം തീയതി വ്രതം ചെയ്യുന്നു, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. ഇനി ഇപ്പോൾ ഈ എല്ലാ വർഷവും നവംബറിൽ ഞങ്ങൾ പെർമിഷൻ, എനിക്ക് വ്രതം ചെയ്ത് ഈ സഭയിൽ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് മദർ ഹൗസിലേക്ക് ലെറ്റർ എഴുതുന്നു. അത് ഞങ്ങളുടെ സുപ്പീരിയർ ജനറലായ ഫാദർ തോമസിന് കൊണ്ട്, അതായത് വിൻസെൻഷ്യൽ സഭയുടെ സുപ്പീരിയർ ജനറലാണ് ഞങ്ങളുടെ. അപ്പോൾ കൊടുക്കുന്നു. ഞാൻ പറയും, എനിക്ക് ഈ 1 വർഷം കൂടെ എനിക്ക് ഈ സഭയിൽ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. എല്ലാ വർഷവും. അത് ഇപ്പോൾ ഇപ്പൊ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ 91 വയസ്സുള്ള സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്റർ അടക്കം സൈൻ ചെയ്ത് കൊടുക്കുന്നു. പക്ഷെ എന്നും വെച്ചുകൊണ്ട് ആരും പോകുന്നില്ല. നമുക്ക് എല്ലാ വാദം തുറന്നെടുക്കുമ്പോൾ നമുക്ക് പോകണം, നമുക്ക് വാതിലെല്ലാം തുറന്നെടുക്കുന്നു. എനിക്ക് തോന്നുന്നു ആരെയും ഇന്ന് ഒരു സന്യാസം പിടിച്ചു പിടിക്കുന്നു ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഇഷ്ടമാണ്, വേണമെങ്കിൽ നിൽക്കാം. പിന്നെ ഉറപ്പായിട്ടും സമൂഹത്തിൽ പ്രവേശിക്കുന്ന എല്ലാവരും ദൈവം വിളിച്ചിട്ടാണ് വരുന്നത്. വിളി എന്താണെന്ന് ഓരോരുത്തരും അറിഞ്ഞിട്ടാണ് നമ്മൾ ഫസ്റ്റ് വെസ്റ്റീഷണ സമയത്ത് യെസ് പറയുന്നത്. അപ്പം എനിക്കിത് തുടരാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് എല്ലാ സന്യാസ സമൂഹത്തിലും, പ്രത്യേകിച്ച് എൻ്റെ സമൂഹത്തിലും എപ്പോഴും ഒരു ഓപ്പൺ ഡോർ ഉണ്ട്.
നമുക്ക് പോകാൻ വേണ്ടി നമുക്ക് സോ നമ്മുടെ ഇഷ്ടം എന്ത് ചെയ്യണം. കഴിവുകൾ ഇപ്പൊ നമുക്ക് ചില സിസ്റ്റേഴ്സിന് പാടാൻ കഴിവുണ്ട്. ഇപ്പൊ നമുക്കറിയാം ക്യാമറ നമ്മുടെ ജിസ്മി സിസ്റ്റർ നമുക്കറിയാം. അപ്പൊ നമുക്ക് കഴിവുകളെ കുറിച്ച് നമ്മുടെ നേതൃത്വത്തോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മേഖലയിൽ ഉയരാനുള്ള എല്ലാ സാധ്യതയും എല്ലാ കാര്യങ്ങളും അവർ തുറന്നു തരും അല്ലെ? എനിക്ക് അങ്ങനെ അറിയത്തില്ല, കാരണം ഞങ്ങൾക്ക് അങ്ങനെയല്ല. എന്റെ കഴിവിതാന്ന് പറഞ്ഞു പോകുന്ന ഒരു സിസ്റ്റം ഞങ്ങൾക്കില്ല. ഉറപ്പായിട്ടും ഞങ്ങളുടെ സഭയിൽ ഓരോരുത്തരും അവരവര് എന്താണ് അവരുടെ അഭിരുചി എന്നറിഞ്ഞ് അതിനനുസരിച്ച് അവർക്ക് ചാൻസ് കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ച് പഠിക്കാൻ വേണ്ടി. ഇപ്പൊ എന്റെ സഭ സർവീസോധ പൂരമായതുകൊണ്ട് പാവങ്ങളുടെ സേവനം ആയതുകൊണ്ട് കൂടുതലും നഴ്സസും ഡോക്ടേഴ്സും ടീച്ചേഴ്സും പിന്നെ എല്ലാതരം ലൈക്ക് ലാബ് ടെക്നീഷ്യൻസ്, എക്സ്റേ ടെക്നീഷ്യൻസ്, അങ്ങനെ എല്ലാ ഒരു ജോലിയും ഒരു മനുഷ്യന് അപരിചിതമായിരിക്കാനും പാടില്ലെന്ന നോ സർവീസ് ഈസ് ഫോറിൻ ടു അസ്. സോ എനിക്കിപ്പോ എന്നോട് ചോദിച്ചാൽ ഞാൻ ടീച്ചറാണ്. ഞാൻ ഒരുപാട് എല്ലാ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. രോഗികളെ ശുശ്രൂഷിച്ചിട്ടുണ്ട്, കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചിട്ടുണ്ട്, എയ്ഡ്സ് പേഷ്യൻസ് നോക്കിയിട്ടുണ്ട്, കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, ബോർഡിംഗ് ഇൻചാർജ് ആയിട്ടുണ്ട്. എന്നോട് ഇപ്പൊ ക്യാമറ നോക്കാൻ പറഞ്ഞാൽ എനിക്ക് ക്യാമറ എടുക്കാൻ അറിയാം. 5 താലന്തിന് മുമ്പ് എന്നോട് എനിക്ക് എപ്പോഴും എനിക്കൊരു ഇതാണ്, അതായത് ചാലഞ്ചാണ്. എന്നോട് ഞാൻ സിസ്റ്റർ ആകാൻ വേണ്ടി പെർമിഷൻ ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് എപ്പോഴും എന്നെ മനസ്സിലുണ്ട്. ദൈവം തന്ന കഴിവുകൾ ഒന്നല്ല, ഒരുപാട് കഴിവുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അത് എല്ലാം ഉപയോഗിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഇപ്പൊ ടീച്ചർ ആയിരിക്കുന്നതുകൊണ്ട് ഞാൻ ഏറ്റവും നന്നായി പഠിപ്പിക്കുക. പക്ഷെ അവിടെ ജേർണലിസ്റ്റിന്റെ കാര്യം വരുന്നില്ല. അതെന്റെ ചോയ്സ് ആണ്, എൻ്റെ ഒരു അഭിരുചി അതായതുകൊണ്ടും എനിക്കൊരു പാഷൻ ആയതുകൊണ്ടും ഞാനത് സെക്കൻഡറി ആയിട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ സമയം ഒരിക്കലും ചിലവാക്കുന്നില്ല. എനിക്ക് കിട്ടുന്ന ഇത്തിരി സമയം ഉറങ്ങാൻ കിട്ടിയാലോ അല്ലെങ്കിൽ ഇത്തിരി സമയം എൻ്റെ റെസ്റ്റിന് വേണ്ടി കിട്ടുന്ന സമയം, അതൊക്കെയാണ് ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. സോ ഐ ലൈക്ക് ടു ഡു. സോ ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ റെഡിയാണ്. എനിക്ക് തന്നാക്കുന്ന എല്ലാ കഴിവും മാക്സിമം ഞാൻ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു. ഒരിക്കലും ആസ്വദിക്കാനുള്ള ഒരു കാര്യമാണിത് സന്യാസം എന്ന് പറഞ്ഞാൽ. നമുക്ക് പണ്ട് കാലഘട്ടത്തില് അതിനെക്കുറിച്ചൊരു റിജിഡായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മുടെ അഭിരുചിക്കനുസരിച്ച് ഞാനിപ്പോൾ എൻ്റെ കഴിവുകൾ ഊതി കത്തിച്ചിട്ടുള്ളത് ഈ സന്യാസ സമൂഹത്തിൽ നിന്നുകൊണ്ടാണ്. കാരണം പുറത്ത് എനിക്കറിയില്ല എനിക്ക് എന്തുമാത്രം കഴിവുണ്ടായിരുന്നു എന്ന്. എനിക്ക് എൻ്റെ ഇവിടെ കയറുന്നതിന് മുന്നേ സന്യാസത്തിന്റെ പടിച്ചവിട്ടുന്നതിന് മുന്നേ എനിക്കറിയില്ല. സന്യാസ സമൂഹത്തിലായിരിക്കുമ്പോഴാണ് നമ്മുടെ കൂടെ ഉള്ളവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ അങ്ങനത്തെ ഊതി കത്തിക്കുകയാണ് പരസ്പരം. ഞാൻ മാത്രമല്ല, മറ്റുള്ളവരുടെ കഴിവും ഞാനും വർദ്ധിപ്പിക്കുന്നുണ്ട്. പരസ്പരം കൈകോർത്തുകൊണ്ടുള്ള ഒരു നടപ്പാണ് ഈ സന്യാസം എന്ന് പറഞ്ഞാല്. ഞാൻ സിസ്റ്റർ പറഞ്ഞപ്പോ അവർക്ക് വരുന്നത്, നമ്മള് പൂന്തോട്ടത്തിൽ നോക്കുമ്പോൾ എല്ലാ പൂക്കളും ബ്യൂട്ടിഫുൾ ആണ്, നല്ല മനോഹരമാണ്. പൂക്കള് അതിന്റെ എക്സിസ്റ്റൻസിൽ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പക്ഷെ ആ പൂ എടുത്തുകൊണ്ട് നമ്മുടെ ഈശോയുടെ മുന്നിലോ മാതാവിന്റെ യേശുവിന്റെ മുന്നേ കൊണ്ട് വെക്കുമ്പോൾ ആ പൂവിന് കുറച്ചും കൂടെ ശോഭ കൂടും. എനിക്ക് തോന്നുന്നു അതാന്ന് തോന്നുന്നു അല്ലെ സിസ്റ്റർ? നമ്മള് വീട്ടിലുണ്ടായിരിക്കുമ്പോൾ നമുക്ക് ഈ കഴിവുകളൊക്കെ ഉണ്ടായിരുന്നു, അന്ന് അറിവുണ്ടായിരുന്നോ അറിയത്തില്ല. എഴുതുമായിരുന്നു, അന്നൊക്കെ എഴുതുമായിരുന്നു, പാടുമായിരുന്നു, അത്രയ്ക്കേ ഉള്ളൂ, അതുകൊണ്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മളിപ്പോ ഈ വസ്ത്രത്തില് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതിന് കൂടുതൽ അർത്ഥവും ആളുകൾ അത് അങ്ങനെ ചോദിക്കാറ്, ചിലപ്പോൾ എന്നെ ചോദിക്കാറുണ്ട്, സിസ്റ്റർ ആയിട്ടും ഇങ്ങനെയാണോ ഇങ്ങനെയല്ലേ. അപ്പൊ ഒരു വിലയിരുത്താൻ വേണ്ടി ഒരു സമയമുണ്ട്. അപ്പോ നമ്മൾ ഈ വസ്ത്രത്തിൽ നമ്മൾ ചെയ്യുന്നതിന് കൂടുതൽ അർത്ഥവും ആഴവും ഉണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നു. അത് പ്രസക്തമാണ് ഈ കാലഘട്ടത്തിൽ. നമ്മളത് ചെയ്യുമ്പോൾ, സന്യാസി അത് ചെയ്യുമ്പോൾ അതൊരു പ്രസക്തമായ കാര്യമാണത്. ശരിക്കും പറഞ്ഞ ഒരു ഫാമിലി അന്തരീക്ഷം അല്ലേ? അതല്ലേ നമുക്കൊരു ഫാമിലി, ശരിക്കും ഒരു കുടുംബങ്ങളിൽ എന്താണോ അവരുടെ ഒരു ബോണ്ട്, അത് തന്നെ നമുക്ക് നമ്മുടെ സന്യാസ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? സാറേ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് എനിക്കൊന്ന് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ഒരു വിമർശനങ്ങൾ സിസ്റ്ററിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സിസ്റ്ററിന്റെ പുഞ്ചിരി ഇപ്പോൾ കൊലച്ചിരിയാണെന്നൊക്കെയുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു. അപ്പൊ ആ വിമർശനങ്ങളെ സിസ്റ്ററിന് എങ്ങനെയാണ് പേഴ്സണലി നേരിടാൻ പറ്റും? നമുക്കൊരു മനുഷ്യനാണ്, എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു ഫീലിങ്സും വിഷമമൊക്കെ വരാൻ സാധ്യത. ആ സമയത്ത് ഇത്രത്തോളം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ആക്രമിക്കുന്നു, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പലപ്പോഴും ചിലരൊക്കെ വളച്ചൊടിക്കുന്നു, നമ്മളെ ചിരി അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തെ എങ്ങനെ ആക്ഷേപിക്കുന്നു. അപ്പോൾ ആ വിമർശനങ്ങളെ ആ ഒരു കാലഘട്ടത്തിൽ സിസ്റ്റർ എങ്ങനെ നേരിടാൻ സാധിച്ചു? ഇതെന്തായാലും നമ്മുടെ ക്രിസ്മസ് സീസൺ ആണ്. ഈ ക്രിസ്മസ് സീസണിൽ എൻ്റെ ഒരു വിചിന്തനം കൂടിയായിരുന്നു അത്. ഒത്തിരി ക്രിസ്മസുകൾ ഞാൻ ആഘോഷിച്ചു. എല്ലാം സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും മാതൃകകളായി മാറുകയാണ്. നമുക്കൊത്തിരി കൺസെപ്റ്റും നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതും എന്നുള്ള ഒരു രീതി, അതായത് എങ്ങനെ ആയിരിക്കണം എന്നുള്ള കൺസെപ്റ്റ് ഈ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ കിട്ടി. ഏറ്റവും കൂടുതൽ അനുഭവവേദ്യമായ ഒരു ക്രിസ്മസ് ആണ് എനിക്ക്
ഈ വർഷത്തെ ക്രിസ്മസ് നമ്മൾ പൊതുവെ പറയുമ്പോൾ അത് സന്തോഷമാണ്. ഈ സന്തോഷത്തിന്റെ പുറകിൽ ഒരു സഹനം കൂടെ ഉണ്ട്. ആ സഹനം ഏറ്റെടുത്തത് കൊണ്ടാണ് ഇന്ന് ആ സന്തോഷം എന്താണെന്ന് ലോകം അറിയുന്നത് തന്നെ. ഏറെ പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ ദൈവപുത്രൻ തന്റെ ദൈവത്വം വെടിഞ്ഞ് മനുഷ്യനായി അവതരിക്കുന്നു. അതൊരു വലിയൊരു ത്യാഗമാണ്, തമ്പുരാൻ ഏറ്റെടുക്കുന്ന വലിയ ത്യാഗമാണ്. ഒപ്പം പരിശുദ്ധ കന്യകാമറിയം, ലോകമെല്ലാം കുറ്റപ്പെടുത്തി വിമർശിക്കാം, ആ സമയത്ത് പോലും ഒന്നും അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവപുത്രനെ തന്റെ ഉദരത്തിൽ സംവഹിക്കുന്നു. യൗസേപിതാവ് മറ്റുള്ളവരുടെ മുൻപിൽ താൻ നാണം കെടുമെന്നും അറിഞ്ഞിട്ട് പോലും പരിശുദ്ധ കന്യകാമറിയത്തെ സ്വന്തം ആയി സ്വീകരിക്കുന്നു. ആ പുത്രനെ തന്നെ സ്വന്തം മകനായി സ്വീകരിക്കുന്നു. ഒരു വലിയൊരു സഹനത്തിന്റെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ഇത് നിസ്സാരമാണ് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. കാരണം ഒരു സഹനം ഏറ്റെടുക്കുവാണെങ്കിൽ അതിന്റെ മുന്നിലും പുറകിലും, മുന്നിലോട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ആസ്വാദനമാണ്, ഒരു സ്വർഗീയമായ ഒരു ആസ്വാദനം തന്നെയാണത് മുന്നോട്ട് പോകുമ്പോൾ. അതുകൊണ്ട് എനിക്ക് കിട്ടിയ വിമർശനങ്ങൾ ഏറെ പ്രത്യേകിച്ച് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അതെന്റെ നേച്ചറാണത്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുവാണെങ്കിലും ഞാൻ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതെനിക്കറിയില്ല മറ്റുള്ളവരെ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. പക്ഷെ ഇതെന്റെ നേച്ചറാണ്, ചിരിച്ചുകൊണ്ട് എനിക്ക് എന്ത് കാര്യവും നേരിടുക എന്നുള്ളത്. ഇപ്പൊ ഒരു പ്രശ്നവുമായിട്ട് എൻ്റെ ഓഫീസിൽ വരുന്ന കുട്ടിയാകട്ടെ, പാരന്റ് ആകട്ടെ, ടീച്ചേഴ്സ് ആകട്ടെ, ചിരിച്ചുകൊണ്ടാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത്. എങ്ങനെയാണ് കാര്യങ്ങൾ മാറ്റേണ്ടത്, എങ്ങനെ അവർ ഡീൽ ചെയ്യണത്, ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിമർശനം കടന്നു വന്നപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. കാരണം ദാറ്റ് ഇസ് മൈ നേച്ചർ, എന്റെ നേച്ചറാണത്. കൈ തന്നു. എനിക്ക് സിസ്റ്ററിനെ ഞാൻ കണ്ടില്ല. ഞാൻ ഹെലീന സിസ്റ്ററിനെ ഞാൻ കാണുന്നത് സോഷ്യൽ മീഡിയയിലാണ്. ആദ്യമായിട്ട് ഞാൻ റെസ്പോൺസ് ചെയ്തപ്പോഴും പേരൊക്കെ കണ്ടുപിടിച്ച് കറക്റ്റ് ആണെന്ന് നോക്കി എഴുതിയപ്പോഴും അത് ഞാൻ കാണാത്തൊരു സിസ്റ്ററിന് വേണ്ടി, എവിടെയോ താമസിക്കുന്ന സിസ്റ്ററിന് വേണ്ടി എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ചാരിതാർത്ഥ്യം തോന്നി. കാരണം സന്യാസിയാണ്, സന്യാസിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും. കാണാത്തൊരു സിസ്റ്ററാണ്. അപ്പം കാണപ്പെടാത്ത മക്കളെ നിങ്ങൾ സ്നേഹിക്കുമ്പോൾ എന്നെയാണ് സ്നേഹിക്കുന്നത് ഈശോ എന്ന് പറയുന്ന പോലെ അതിക്കാലം കൂടുതൽ എൻ്റെ തന്നെ ഒരു സഹോദരിയെ ഞാൻ ഇന്നാ കാണുന്നത് കേട്ടോ. അന്ന് കുറെ എഴുതിയെങ്കിലും ഇന്നാ കാണുന്നത്. അപ്പൊ നേരിട്ട് കണ്ട് ആദ്യം പറയും കൺഗ്രാചുലേഷൻസ്, എന്തിനാ ഇത്രയും കേട്ടിട്ടും സിസ്റ്റർ ചിരിക്കുന്നുണ്ടല്ലോ. രണ്ടാമത് പറഞ്ഞു സിസ്റ്റർ സോഷ്യൽ മീഡിയ വല്ല അക്കൗണ്ട് ഉണ്ടോ ചോദിച്ചു. അപ്പൊ സിസ്റ്ററിന് ഉണ്ട്. അപ്പൊ എല്ലാം കണ്ടു അല്ലേ. അപ്പൊ ഞാൻ ശരിക്കും പ്രാർത്ഥിക്കായിരുന്നു, ഈശോ ഇതൊന്നും സിസ്റ്റർ കാണല്ലേ, ആരും കാണിക്കാതിരിക്കട്ടെ, അങ്ങനെ അത്ര ഞാൻ എല്ലാത്തിലും ഐ വെന്റ് ത്രൂ എവറി പോസ്റ്റ് വിച്ച് വാസ് പോസ്റ്റഡ് അഗെയിൻസ്റ്റ് ഹർ. സോ എന്നിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ശേഖരിച്ച് വെച്ചായിരുന്നു. അപ്പോൾ എനിക്ക് പോലും ചില കാണുമ്പോൾ ഞാൻ കണ്ണു നിറഞ്ഞു. ശരിക്കും ഞാൻ എന്നെ അതിൽ വെച്ചപ്പം ശരിക്കും കണ്ണു നിറഞ്ഞായിരുന്നു. അപ്പൊ ഈശോ സിസ്റ്റർ കാണല്ലേ, ഹെലിന സിസ്റ്റർ ആരും കാണിക്കരുത്, അങ്ങനെ ഞാനിത് കാണുന്നുണ്ട്. പക്ഷെ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഞാൻ എന്റെ ഉള്ളിൽ അത് ഏറ്റെടുത്തിട്ടില്ല. സിസ്റ്റർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് തീർച്ചയായും ലോകം മുഴുവനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള വലിയൊരു കാര്യമായിരുന്നു. തീർച്ചയായും ഒരു ചില സമയങ്ങളിൽ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ആരും കാണത്തില്ല. അത് ഞാൻ അനുഭവിച്ചായിരുന്നു. അതുകൊണ്ട് ഈ കാണപ്പെടാത്ത സിസ്റ്ററിന് വേണ്ടിയും ഛത്തീസ്ഗഡ് സിസ്റ്റേഴ്സിന് വേണ്ടിയും ഞാൻ ഫുൾ സപ്പോർട്ടായിരുന്നു. കാരണം എനിക്കൊന്നും നോക്കാനില്ല. കാരണം എനിക്കറിയാം ഞാനും അതുപോലെ തന്നെ സിസ്റ്ററാണ്. പിന്നെ സിസ്റ്റർ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടു. ഞാനും BEd പഠിച്ച സമയത്ത് പഠിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും ഒരു കത്തോലിക്ക സന്യാസിനെയും എഡ്യൂക്കേഷൻ വളരെ കൃത്യമായിട്ട് സിസ്റ്റർ പറയുന്നു. പിന്നെ നമുക്ക് സിസ്റ്റർ പറഞ്ഞാൽ യാതൊരു ഇത് തെറ്റില്ലായിരുന്നു. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന അത് എനിക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയക്ക് നന്ദി പറയുന്നു അത് സ്വീകരിച്ചവർക്കും. സിസ്റ്റർ ആ സമയത്ത് ഒത്തിരി സപ്പോർട്ട് ചെയ്തു കേട്ടോ, ഒത്തിരി സപ്പോർട്ട് ചെയ്തു. FB വഴി ഞാൻ കാണുന്നുണ്ടായിരുന്നു, സിസ്റ്റർ അത് പോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. എനിക്ക് ദൈവത്തെ നന്ദി പറയുന്നു. എനിക്ക് ആ സമയത്ത് ദൈവം തന്ന ആ വെളിപാടിന്, ഈ പരിശുദ്ധാത്മാവ് തന്ന പ്രേരണയ്ക്ക് നന്ദി പറഞ്ഞു. ഞാൻ പോയി അവരുടെ ഫേസ്ബുക്കും ഗൂഗിളിലും ഒക്കെ വന്ന് സെർച്ച് ചെയ്ത് അങ്ങനെയാണ് മുസ്ലിം സഹോദര കൂട്ടത്തിലുള്ള ഫോട്ടോ എനിക്ക് കിട്ടിയത്. അത് ഞാൻ ഒരുപാട് പേർക്ക് നിങ്ങൾക്ക് അയച്ചായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ അയച്ചപ്പോൾ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥന പലരിലൂടെ അത് വെളിപ്പെടുത്തി, പലരിലൂടെ അത് നമുക്ക് നന്മയാണല്ലോ. നന്മയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് കൂടുതൽ നന്മയാകുന്നു, ഉപരി നന്മയാകുന്നു. അത് മാത്രമല്ല ആ വിവാദങ്ങൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ മാത്രമല്ല, മീഡിയ
ഒരു ഭരണകൂടം തന്നെ എതിരായിട്ട് സാഹചര്യമായിരുന്നു. അപ്പൊ സിസ്റ്റർ അത് ആ ഒരു സമയത്ത് ഒത്തിരി പ്രാർത്ഥിക്കാൻ പറ്റും. ശരിക്കും നമ്മുടെ പേഴ്സണലി ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രാർത്ഥനയിലൂടെയാണ് സ്ട്രെങ്ത് കിട്ടിയത്. ആ ദിനങ്ങൾ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയോളം സിസ്റ്റർ പറഞ്ഞ ഒരു കൊടിയ സാധനത്തിലൂടെ കടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു പേഴ്സണലി ആ ഒരു പ്രാർത്ഥനയിലൂടെ ലഭിച്ചൊരു ആ ഒരു നമുക്ക് എന്താ പറയുക, നമുക്കൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ആ ഒരു ആവേശം ഈ ഒരു പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള അതൊന്നും സിസ്റ്റർ ഒന്ന് പറഞ്ഞു. എനിക്ക് ഒരിക്കലും കിട്ടാത്ത ഒരു ദൈവാനുഭവമായിരുന്നു. ആ ഒരു സാഹചര്യത്തിലൂടെ തമ്പുരാൻ വീണ്ടും കൂട്ടിക്കൊണ്ടുവരുക. നമ്മുടെ ഡ്യൂട്ടി മേഖലയിൽ നിന്നും വിളിച്ചോണ്ട് വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. രാവും പകലും ഞാൻ മാത്രമല്ല, കമ്മ്യൂണിറ്റിയുള്ള സിസ്റ്റേഴ്സ് ദിവ്യകാരുണ്യനാഥന്റെ മുന്നിലായിരുന്നു. ഞങ്ങൾക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് തോന്നുന്നില്ല. അത്രയും ബോണ്ടായിട്ടാണ് നിൽക്കുന്നത് തമ്പുരാന്റെ മുന്നിൽ. ഞങ്ങൾ എല്ലാവരും രാത്രിയും ഞങ്ങൾക്ക് ഉറക്കം അങ്ങനെ ഇല്ല, ഉറക്കം വരുന്നില്ല. അതവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങളൊക്കെ ഒന്നും അല്ലാതായി മാറുക. അപ്പൊ നമുക്ക് അടുത്ത ദിവസം തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നു. ഓരോ ദിവസവും ഇന്ന് സഹിക്കുവാണെങ്കിൽ അടുത്ത ദിവസം ഒരു സന്തോഷത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് വീണ്ടും കൂടുതൽ ശക്തി ആർജിച്ച് മുന്നോട്ട് പോകുന്നത്. വലിയൊരു അനുഭവമായിരുന്നു, ദൈവാനുഭവമായിരുന്നു. എനിക്ക് മാത്രമല്ല, എൻ്റെ സന്യാസ സമൂഹത്തിലുള്ള എല്ലാ സിസ്റ്റേഴ്സിനും, കമ്മ്യൂണിറ്റിയിൽ മാത്രമല്ല, ഞങ്ങളുടെ കോൺഗ്രിഗേഷനുള്ള ഒട്ടുമിക്ക ഹൗസുകളിലും എല്ലാ ഹൗസുകളിലും തന്നെ ദിവ്യകാരുണ്യ ആരാധന എഴുന്നള്ളിച്ച് വെച്ചിട്ട് അതൊരു വലിയൊരു സാക്ഷ്യമാണ്. അതായത് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതൊന്നും തമ്പുരാന്റെ മുന്നിൽ ഒന്നുമല്ല, അസാധ്യമല്ല. തമ്പുരാൻ ഒന്നും അസാധ്യമല്ല, എല്ലാം അവന് സാധ്യമാണ് എന്നുള്ളൊരു വലിയൊരു പാഠം കൂടെ പഠിപ്പിക്കുകയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. പറയൂ, എന്നെ മറന്നു കേട്ടോ. അത് സിസ്റ്റർ പറഞ്ഞു കേട്ടപ്പം എനിക്ക് പറയാൻ വേണ്ടി തോന്നുമായിരുന്നേ, ഈശോ ശരിക്കും ജീവിക്കുന്നുണ്ടെന്ന് നമ്മളും എല്ലാവരും ഒന്ന് അറിയുന്ന അനുഭവമാണ്. സിസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കായിരുന്നു, ഞങ്ങൾക്ക് 2 പ്രോവിൻസാണ് ഇന്ത്യയിലുള്ള. ഒന്ന് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് സൗത്ത് ഇന്ത്യൻ പ്രോവിൻസും, പിന്നെ ഒന്ന് ഒറീസ മിഷനായിരുന്നു നോർത്ത് ഇന്ത്യൻ പ്രോവിൻസ്. അപ്പോൾ 2008-9 വർഷങ്ങളിൽ കന്തമാളിലെ ലഹളയൊക്കെ സംഭവിച്ച സമയത്ത് ഞങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, റൈക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത്, കന്തമാൾ ജില്ലയിൽ. അപ്പോൾ അവിടെ സിസ്റ്റേഴ്സ് പറഞ്ഞതും സെയിം ആയിരുന്നു. കാരണം പുറത്തുകൂടെ കമ്മ്യൂണിറ്റി സെന്റ് കാതറിൻ ലബോറെ ഹൗസ് 200ഓളം ഹോസ്റ്റൽ കുട്ടികൾ, കുഞ്ഞു പിള്ളേർ, 50 കൂടുതൽ കുഞ്ഞു പിള്ളേർ, അനാഥരായവർ കുഞ്ഞു പിള്ളേർ, വേറൊരു സൈഡിൽ വയസ്സായവർ നോക്കുന്നു. അതോടൊപ്പം ഒരു ഹോസ്പിറ്റൽ, ഡിസ്പെൻസറി പോലെതും, സിസ്റ്റേഴ്സിന്റെ കമ്മ്യൂണിറ്റി, ഇത്രയും സംഭവം ഒരു കോമ്പൗണ്ട്. തൊട്ട് പുറത്തുള്ള റോഡിൽ കൂടെയാണ് ഇവര് സംഘപരിവാറും എല്ലാരും അവര് ജയ് വിളിച്ച് പോയപ്പം അകത്ത് ഇതുപോലെ സിസ്റ്റേഴ്സ് ഈശോയെ എഴുന്നേറ്റ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കുഞ്ഞു പിള്ളേര് ആരും കരഞ്ഞില്ല. കുഞ്ഞു പിള്ളേർ കരയാതിരിക്കാൻ പറ്റുമോ? പക്ഷെ ആ ഈ കുഞ്ഞു പിള്ളേർ ആര് സിസ്റ്റേഴ്സ് പറയുമ്പോ ഇപ്പോഴും കുളിര് വരുക, ആരും കരഞ്ഞില്ല. അതുപോലെ മണിക്കൂർ, 1 മണിക്കൂറല്ല, 1 ദിവസം 2 ദിവസം ആ ലഹളയുടെ സമയത്ത് മൊത്തം ഇവര് ഈ പിള്ളേരും ഈ വയസ്സായവരും എല്ലാവരും ഒരുമിച്ച്, മതമോ ജാതിയോ ഒന്നും നോക്കാണ്ട് എല്ലാവരും ഈശ്വരമുണ്ടായിരുന്നു. ആരും ഈ റോഡിന് മുന്നേ കൊണ്ട് പോയവർ ആരും അകത്ത് കയറിയില്ല. അകത്ത് കയറും അല്ല, എൻട്രൻസിൽ പരിശുദ്ധ അമ്മ കൈ പിടിച്ചു വെക്കുന്ന ഒരു രൂപമുണ്ട്, അതുപോലും നോക്കുപോലും ചെയ്തിട്ടില്ല. അതിന് വേറെ ചരിത്രമുണ്ട്. 1970കളിൽ ഇങ്ങനെ ഇതേപോലെ ഇവര് ലഹള നടത്തിയപ്പോ മാതാവിന് നേരെ തുപ്പുകയും മൂത്രം ഒഴിക്കുകയും ചെയ്തവര് കണ്ണ് ഓൺ ദ സ്പോട്ട് അവിടെ കണ്ണ് ബ്ലൈൻഡ് ആയി പോയി. ആ ഒരു അനുഭവം അവർക്കുള്ളതുകൊണ്ട് അവർ നോക്കിയിട്ടില്ല. അതൊരു കാര്യം. ഈശോയുടെ അടുത്ത് വരുന്ന ആരെയും, എൻ്റെ അടുത്ത് വരുന്ന ആരെയും ഞാൻ തള്ളിക്കളയുന്ന ഈശോ പറയുന്നത്. അതുപോലെ പരിശുദ്ധ കുർബാനയുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോഴും എത്ര വലിയ പ്രതിസന്ധിയാലും നമ്മൾ ജീവൻ മതം, നമ്മുടെ വിശ്വാസം തള്ളിപ്പറയണം, ജീവൻ പോകും. ഇത്രയും വലിയ പ്രതിസന്ധി ആയിരിക്കും പരിശുദ്ധ കുർബാന ഈശോ ആദ്യം സംരക്ഷിച്ചു. ഇവിടെ സോഷ്യൽ മീഡിയ നേരിട്ടല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ പറ്റാവുന്ന അത്ര ചീത്ത സിസ്റ്റർ പറയുമായിരുന്നു. അത്ര പറയുമ്പോഴും ഇവർക്കും ശക്തി കൊടുത്ത അതേ പരിശുദ്ധ കുർബാനയാണ്. അപ്പം പരിശുദ്ധ കുർബാനയിലേക്ക് കുർബാനയുടെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നടക്കുമ്പോഴും നമ്മൾ ശരിക്കും ഈശോ ജീവിക്കുന്ന കുർബാന നമ്മളെ കൂടെ കൂടുതൽ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരവസരം കൂടിയാണെന്ന് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ രക്തസാക്ഷിത്വം, അതായത് ചോരചിന്തിയുള്ള രക്തസാക്ഷിത്വത്തെക്കാളും കൂടുതലായിട്ടും എനിക്കിവിടെ ഫീൽ ചെയ്തത്, ഞങ്ങൾ ആ സമയത്തൊക്കെ ഒരു വൈറ്റ് മാർട്ടിഡം, അതൊരു ഗ്രേറ്റ് ആണ്. സഭ ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നത് ഈ രക്തസാക്ഷികളുടെ രക്തം വീണ മണ്ണിൽ നിന്നും തന്നെയാണ് ഒത്തിരി സ്പ്രെഡ് ആകുന്നത്. അതുപോലെ ഇതൊരു വൈറ്റ് മാർട്ടിഡമാണ്. ഇത് തീർച്ചയായും ക്രിസ്തുവിനെ കൊടുക്കാനുള്ള ഒരു വെപ്പണായിരുന്നു, ഞങ്ങൾക്ക് ഒരു ആയുധമായിരുന്നു ഈ ഒരു സാഹചര്യം കൂടെ. തീർച്ചയായും ഞങ്ങൾ അനുഭവിച്ചതായിരുന്നു അത്.
കാരണം ഒത്തിരി പേർക്ക് അത് ഇൻസ്പിറേഷൻ ആയിരുന്നു സിസ്റ്റർ, ആ എടുത്ത ധീര നിലപാടുകൾ. ഒപ്പം തന്നെ സോണിയ സിസ്റ്ററും സോഷ്യൽ മീഡിയയിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ചെയ്ത പോസ്റ്റുകളും ഒക്കെ ഒത്തിരി പേർക്ക് നമ്മുടെ ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് ആ ധീരതയോടെ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിങ്ങനെ പതറുന്ന ഒരു അവസ്ഥയാണ് പല സാഹചര്യങ്ങളും കണ്ടിട്ടുള്ളത്. നമ്മളിങ്ങനെ പേടിച്ചിരിക്കുന്ന അവസ്ഥ. പക്ഷെ അവിടെ ധീരതയോടെ സത്യത്തിന് വേണ്ടി, ന്യായത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ക്രൈസ്തവ മൂല്യങ്ങൾക്ക് വേണ്ടി ഒരു നിലപാട്, അത് എന്താ പറയുക, ഒരു ബിഗ് സല്യൂട്ട് തന്നെ പറയാൻ സാധിക്കുള്ളൂ. ഒരു കാര്യം കൂടി സിസ്റ്റർ ഞാൻ സിസ്റ്ററോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ, സൈബർ ആക്രമണങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന്, ഒപ്പം തന്നെ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചിത്രങ്ങളും ഒക്കെ വെച്ച് വളരെ മോശമായിട്ട് ആക്രമിക്കുന്നു. ഇവരോട് ക്ഷമിക്കാൻ സിസ്റ്ററിന് സാധിക്കും? അതല്ലേ ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത്. അതിനപ്പുറം ഒന്നുമില്ല. എല്ലാവരോടും, എന്നെ വേദനിപ്പിച്ചവരോടും എന്നെ ആശ്വസിപ്പിച്ചവരെയും ഞാനിപ്പോ നന്ദിയോടെ ഓർക്കുകയാണ്. ഇതൊരു വഴി തുറന്നിട്ടിരിക്കുക. ക്ഷമിക്കാനുള്ള ക്ഷമയുടെ ഒരു പാഠം ക്രിസ്തു എനിക്ക് എന്ത്, അത് തന്നെയാണ് സുവിശേഷവൽക്കരണം എന്ന് പറഞ്ഞാല്. എന്ത് കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കുക, ക്ഷമിക്കുക. അത് തന്നെയാണ്, അതിന്റെ അപ്പുറം ഒന്നുമില്ല. എനിക്ക് അതാണ് ക്രിസ്തു കാണിച്ചു തന്നിരിക്കുന്നത്. ഞാൻ രണ്ട് സിസ്റ്റേഴ്സിനോടും ചോദിക്കാൻ, ഇപ്പൊ നമ്മുടെ ഒരു ക്രിസ്മസിന്റെ ഒരു പശ്ചാത്തലത്തിലാണ്, ഇപ്പൊ അറിയാൻ ഒരു കൗതുകം ഉള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. മഠത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ എങ്ങനെ? ഞങ്ങള് ക്രിസ്മസ് ഫ്രണ്ട് ഇടും. ക്രിസ്മസ് ഫ്രണ്ട് ഒക്കെ ഞങ്ങൾക്ക് മഠത്തിന് ക്രിസ്മസ് ഫ്രണ്ട് ഇടും. പിന്നെ ഇപ്പോ ഏത് നോയമ്പുണ്ട്, നോയമ്പ് നോക്കും എവിടെയാണെങ്കിലും. അത് നമ്മൾ വീട്ടിലെ പ്രാക്ടീസ് ആയതുകൊണ്ട് ജോയ്ഫുൾ, ഈശോയെ സന്തോഷത്തോടെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നോയമ്പ് നോക്കുന്നത്. കാരണം നമ്മൾ അങ്ങനെയാണല്ലോ പഠിച്ചിരിക്കുന്നത്. നോയമ്പ് നോക്കും, എല്ലാവരും നോക്കും. മറ്റു സംസ്ഥാനങ്ങളുള്ളവർ നമ്മളൊപ്പം ജോയിൻ ചെയ്യും അതിനുവേണ്ടി. പിന്നെ 22ാമത്തെ ആഴ്ച തൊട്ട് നമ്മൾ പുൽക്കൂടിനുള്ള പ്രിപ്പറേഷൻസ് ഒരുമിച്ചായിരിക്കും, കൂടുതലും ഒരുമിച്ചായിരിക്കും. മനസ്സിൽ ആദ്യം പ്ലാൻ ചെയ്യും, പിന്നെ ചെയ്യും. അങ്ങനെ ക്രിസ്മസില് പാതിരാ കുർബാനയ്ക്ക് ശേഷം ഞങ്ങള് കേക്ക് കട്ട് ചെയ്യും, ക്രിസ്മസ് ഫ്രണ്ട് കൊടുക്കും, പിന്നെ ആഘോഷിക്കും. അത്രേ ഉള്ളൂ. വീട്ടിലെ പോലെ ഫുഡൊക്കെ നന്നായി പിറ്റേ ദിവസം ഉണ്ടാക്കും. ക്രിസ്മസ് ആഘോഷങ്ങളും നമ്മുടെ കോൺവെന്റിലെ ഇതുപോലെ തന്നെയാണ്. എന്നിരുന്നാലും ഞങ്ങൾക്ക് ആദ്യം തന്നെ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടാകും. ക്രിസ്മസിന് മുന്നേ തന്നെ കമ്മ്യൂണിറ്റി മൊത്തം വിളിച്ചു കൂട്ടിയ ഒരു മീറ്റിംഗ് ഉണ്ടാകും. അതില് നമ്മൾ ക്രിസ്മസിന്, അതായത് ക്രിസ്മസ് ഒരുക്കത്തിനും ക്രിസ്മസിനും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ള ഒരു കാര്യങ്ങളെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. അതിനുശേഷം ക്രിസ്മസ് ഫ്രണ്ടിനെ ഇടുന്നു. അത് നമ്മൾ ഒരു സർപ്രൈസ് ആണ്. 25th 24th ഈവനിങ് ആ സമയത്താണ് നമ്മൾ കുർബാനക്ക് പോകുന്നതിന് മുന്നേ ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ എടുക്കുന്നത്. അതുവരെ ഒരു സർപ്രൈസ് ആണ്, സീക്രട്ട് ആണ് അതൊക്കെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റും കമ്മ്യൂണിറ്റിയിൽ പരസ്പരം ചോദിക്കും, ആർക്കാ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കും. പരസ്പരം ആരുടെയും പേര് വെളിപ്പെടുത്താതെ തന്നെ. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ നിന്ന് കിട്ടും, പിന്നെ ആൾക്ക് ഇന്ന ഗിഫ്റ്റ് മതി എന്നുള്ള ഒരു അറിവും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അതിനേക്കാളും മെയിനായിട്ട് പ്രേയേഴ്സ് ആണ് ഞങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ക്രിസ്മസ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ അവരുടെ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ മോട്ടിഫിക്കേഷൻസ്, ഈ 24 ഡേയ്സിന് മോട്ടിഫിക്കേഷൻസ് ഉണ്ടാകും. കോമൺ ആയിട്ടായിരിക്കും അത് ചെയ്യുന്നത്. ലോട്ടിട്ട് നമുക്ക് എന്താണോ അന്നത്തെ ദിവസം കിട്ടുന്നത് ആ പ്രെയർ ചൊല്ലും, അല്ലെങ്കിൽ ആ പ്രവൃത്തി എന്തായിരിക്കും നമ്മൾ ആ പുണ്യ പ്രവൃത്തി ചെയ്യേണ്ടത്. അപ്പോൾ 24 ഡേയ്സ് വരെ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷം. അത് കഴിഞ്ഞിട്ട് പാതിരാ കുർബാന കഴിഞ്ഞു വന്ന് ഒരുമിച്ച് ഒരാഘോഷം, കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിലെ ആ ഒരു സന്തോഷം ഞങ്ങൾ പരസ്പരം കൈമാറുന്നു. ചെറിയൊരു വീടിന്റെ ഒരു അന്തരീക്ഷം. ഓക്കെ. ഇപ്പം സോണിയ സിസ്റ്ററും ഹെലീന സിസ്റ്ററും സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ പഴയ പോലത്തെ ഒരു ക്രിസ്മസ് ആഘോഷമല്ല ഇപ്പം, ഒരു ന്യൂജൻ ശൈലിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പങ്കുവെക്കുക. അതായത് നമുക്കറിയാം, ഇപ്പം പലപ്പോഴും ക്രിസ്തുവിനെ മാറ്റി നിർത്തി സാന്താക്ലോസ് അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഗാനങ്ങൾ, ആഘോഷങ്ങൾ ഒരു സെക്യുലറൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. ഇപ്പൊ സ്കൂളിലായിക്കോട്ടെ, പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിക്കോട്ടെ, അത്തരത്തിലുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്നൊരു മടങ്ങി വരവ് തീർച്ചയായിട്ടും ആവശ്യമല്ല. ആവശ്യമാണ്. പണ്ടത്തെ കാലം കൂടുതലായിട്ട് ഇപ്പൊ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ തന്നെ അവെയർ ആവുക. അതാണ് ഞാനും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം സാന്താക്ലോസ് ആണ് ഇപ്പൊ ക്രിസ്മസിന്റെ ചിഹ്നം, അതായത് ഐക്കണായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തൊപ്പി, ഉണ്ണീശമില്ലാത്ത പുൽക്കൂടുകളും ഉണ്ണീശമില്ലാത്ത ആഘോഷങ്ങളും. അപ്പോൾ അതെനിക്ക് നേരത്തെ തന്നെ, അത് ഒരു പ്രാവശ്യം ഇങ്ങനെ പല പ്രാവശ്യം ഞാൻ പല പ്രസംഗങ്ങൾ കൂടെ കേട്ടപ്പം ഞാനൊരു ക്രിസ്മസിനെ കുറിച്ചൊരു പാട്ട് എഴുതിയിരുന്നു. ആ പാട്ടിൽ ഒരു 3 പ്രാവശ്യം ഉണ്ണീശോ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു. അപ്പൊ നമുക്ക് തോന്നുന്നു നമ്മൾ അവെയർ ആകുമ്പോൾ നമ്മൾ തന്നെ ഈശോയെ കൊണ്ടുവരാൻ ശ്രമിക്കുക, നമ്മളാകുന്ന വിധം. അപ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ പള്ളികളും സ്ഥാപനങ്ങളും നമ്മൾ കൊണ്ടുവരുമ്പോൾ പിന്നെ അതിൽ നിന്ന് മറ്റുള്ളവർക്ക് മാറി നിൽക്കാനാവില്ല. അപ്പൊ ഈശോ ആണ്, ഈശോയുടെ
ജന്മദിനമാണ്, സാന്താക്ലോസിന്റെ ജന്മദിനം അല്ല. സാന്താക്ലോസിന്റെ ജന്മദിനം ഫീസ്റ്റ് ഡേ December 6th ആണ്. അപ്പൊ ഈശോ ആണെന്ന് നമുക്കുള്ള അവബോധം നമ്മളത് ശക്തമായിട്ട് പ്രകടമാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റുള്ളവരും അതുപോലെ അവരനുകരിക്കും. തീർച്ചയായും നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താൽ മതി, അവർ ചെയ്തോളും. ബാക്കിയുള്ളവരും അത് കണ്ട് അവരും പഠിക്കും. ഇതാണ് അതിന്റെ മെയിൻ കോർ പോയിന്റ് എന്ന് പറയുന്ന അവർക്കും മനസ്സിലാകും. പലപ്പോഴും എനിക്ക് തോന്നുന്നു സിസ്റ്റർ, ഇപ്പം മെറി ക്രിസ്മസ് എന്ന് പോലും പറയാൻ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് പോലും ഒരു മടിയാവുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇങ്ങനെ സെക്യുലറൈസ് ചെയ്യപ്പെടുന്ന ഒരു ക്രിസ്മസ് ആഘോഷങ്ങൾ, അതിന് നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റും? പറഞ്ഞ സോണിയ സിസ്റ്റർ സൂചിപ്പിച്ചു, പക്ഷെങ്കിൽ പോലും നമുക്ക് ഇപ്പൊ സാന്താക്ലോസിന്റെ കാര്യമാണ് സോണിയ സിസ്റ്റർ സൂചിപ്പിച്ചത്. കുറെ കൂടെ ഒരു ഭൗതിക തലം, ചുമ്മാ ഒരു എന്താ പറയുക സീസൺസ് ഗ്രീറ്റിംഗ്സ് അങ്ങനെയൊക്കെ പറയുന്നു. അപ്പൊ മെറി ക്രിസ്മസ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയാൻ നമ്മുടെ ഉള്ളിലുള്ളവർക്ക് പോലും ഒരു മടിയാകുന്ന ഒരു സാഹചര്യം. അപ്പം ക്രിസ്മസ് സെക്യുലറൈസ് ചെയ്യപ്പെടുന്നതിന് നമുക്ക് എങ്ങനെ കൗണ്ടർ ചെയ്യാൻ പറ്റും? അതായത് ഭൗതിക തലത്തിലോട്ട് മാത്രമായിട്ട് നമ്മുടെ ഒരു ആഘോഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആത്മീയതയും ഭൗതികതയും തമ്മിലുള്ള ഒരു പോരാട്ടം പോലെയാണ്. നമുക്ക് ഒരു കൺഫ്യൂഷനാണ്, കുട്ടികളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ വന്നു തുടങ്ങി, ഏതാണ് കറക്റ്റായിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ആന്തരികതയാണ്, ആത്മീയതയാണ്. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ക്രിസ്തുവിന്റെ ജനനമാണ്, ഉണ്ണീശോയുടെ ജനനമാണ്. ഇവിടെ ആരാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ടത്? അപ്പോൾ ആ രീതിയിൽ വേണം കുട്ടികളെ ഫോർമേഷൻ കൊടുക്കാനായിട്ട്. നമുക്കിപ്പോൾ ക്രിസ്മസ് നാടകങ്ങളൊക്കെ ഉണ്ടാകും. മെയിൻ ആയിട്ട് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം റോൾ പ്ലേ ചെയ്യുന്നതും. അപ്പോൾ റോൾ പ്ലേയിൽ മെയിൻ സെന്റർ വരേണ്ടത് അവിടെ ഫോക്കസ് ചെയ്ത് അത് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നത്, ആരാണ് അതിന്റെ മെയിൻ നായകൻ. അപ്പോൾ അതാണ് അവിടെ കടന്നു വരേണ്ടത്. അപ്പൊ ആ രീതിയിലുള്ള ആക്ടിവിറ്റീസ് കുറച്ച് കുട്ടികളുടെ ഇടയിൽ, അതായത് വിദ്യാഭ്യാസ തലത്തിൽ വരുമ്പോൾ കുട്ടികളുടെ ഇടയിൽ അങ്ങനെ ഒരു പങ്കുവയ്ക്കലും ആ ഒരു ആശയവും പകർന്നു കൊടുത്താൽ മെയിൻ ആയിട്ടും അവർ അതേ ഫോളോ ചെയ്യത്തുള്ളൂ. നമ്മൾ എന്ത് പഠിപ്പിക്കുന്നോ അതാണ് കുട്ടികൾ അനുകരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ വേണം കുട്ടികളെ നമ്മൾ കൊണ്ടുവരാൻ, ഫോം ചെയ്ത് കൊണ്ടുവരാൻ. ഇനിയുള്ള നമ്മുടെ ആഘോഷങ്ങൾ വെറും ഭൗതികതയിൽ മാത്രമാകാതെ കുറച്ച് ആന്തരികത, ആത്മീയത എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു അവബോധത്തോടു കൂടെ ചെയ്യുവാനായിട്ട് കുട്ടികളെ ഒന്ന് പ്രാപ്തരാക്കുക. ഞാൻ പല സംസ്ഥാനങ്ങളിൽ സെർവ് ചെയ്തുകൊണ്ട് ക്രിസ്മസ് ഇവിടെ ഇത്രമാത്രം ആഘോഷമാകാൻ മുന്നേ ഞാൻ മാംഗ്ലൂരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കര ആഘോഷമാണ്. പക്ഷെ ഏതൊരു ആഘോഷവും അത് ഒരു 2 ദിവസത്തേക്കല്ലേ നിൽക്കത്തുള്ളൂ, പിന്നെ അതിൽ കൂടുതൽ നിൽക്കത്തില്ല. പക്ഷേ ഈ ക്രിസ്മസിന് തൊട്ട് മുൻപേ ഉള്ള കരോൾ സിംഗിങ്, അത് എല്ലാവരും ആ ഇടവക സമൂഹം എവിടെയാണോ എല്ലാവരും കൂടും. സ്കൂളിലാണെങ്കിൽ എല്ലാ കുട്ടികളും കൂടും. കഴിഞ്ഞ വർഷം ഞാൻ സോഷ്യൽ മീഡിയ കണ്ട് ഓർക്കുകയാണ്, നമ്മൾ ഐശ്വര്യയുടെ മോളും ഷാരൂഖ് ഖാനും മോനും ഒരു ക്രിസ്മസ് പ്ലേയിൽ ഒരുമിച്ച് ചെയ്യുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അവര് ക്രിസ്ത്യാനി ആകുമെന്ന് വിചാരിച്ചില്ല, ആകണമെന്ന് ആഗ്രഹമുണ്ടിട്ടില്ല. പക്ഷെ അവര് ഭാഗമാകുന്നത് വളരെ ലോകത്തിലെ ഏറ്റവും സന്തോഷ വാർത്തയിലാണ്, ഏറ്റവും വലിയ സന്തോഷ വാർത്തയിലാണ്. അപ്പോൾ സ്കൂളായാലും സ്ഥാപനങ്ങളായാലും ക്രിസ്മസിന് വേണ്ടി മാത്രം പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്രങ്ങളാണെങ്കിലും അതൊക്കെ അറിയാണ്ട് മറ്റു പലരിലും പ്രത്യാശ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആഘോഷം ഈശോ ആണ് ഗുഡ് ന്യൂസ് എന്ന് നമ്മൾ പറയാണ്ട് തന്നെ മറ്റു പലതും പറയിപ്പിക്കുന്ന ഒരു ആ വസ്തുക്കള് നമ്മള് പ്രോഫിറ്റിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ യാതൊരു ഉദ്ദേശിച്ചില്ല ചെയ്യുന്നതായിരിക്കും, പക്ഷെ അതൊക്കെ ഒരു നന്മയായിത്തീരുന്നു എനിക്ക് തോന്നുക. പക്ഷെ ഇതൊക്കെ ആയിരിക്കും ന്യൂജൻ അവർക്ക് കൂടുതൽ കളർഫുള്ളും മിന്നുന്നതും ഗുംഗുമായ പാട്ടുകളൊക്കെയാണ് ഇഷ്ടം. ആ പാട്ടിൽ കൂടെയും അറിയാണ്ട് പോലും ആ പാടുന്നവരും ഈശോയ്ക്ക് കിട്ടുവാന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം, ഞാൻ ക്രിസ്മസിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ദൈവവിളികൾ, നമ്മൾ ഏത് സന്യാസ സമൂഹം ആയിക്കോട്ടെ ഇപ്പോൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ദൈവവിളികളുടെ വലിയൊരു കുറവ് ലോകമെമ്പാടും, ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല പലയിടങ്ങളിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ എപ്പിസോഡ് ഇവിടെ വരെ കണ്ടു നിൽക്കുന്ന, ഇപ്പം ദൈവവിളിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ് സോണിയ സിസ്റ്റർ, ഹെലീന സിസ്റ്ററും ഇതുവരെ പറഞ്ഞുള്ള എല്ലാ പോയിന്റ്സും. അപ്പോൾ നമുക്ക് ദൈവവിളികൾ കുറയുന്നതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, അതിനെ നമുക്ക് എങ്ങനെ നേരിടാൻ സാധിക്കും? എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഈ സന്യാസ ജീവിതത്തിലേക്ക് ഉള്ള ഒരു ആകർഷണം കുറയുന്നത്? അതെങ്ങനെ നമുക്ക് കൗണ്ടർ ചെയ്യാൻ സാധിക്കും? കാലത്തിനനുസരിച്ച് നമ്മൾ മാറുക എന്നുള്ളതാണ്. ഇപ്പോൾ പഴയ ഒരു ആവൃത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് മാക്സിമം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നമുക്ക് കൂടുതലും നമ്മുടെ സൊസൈറ്റിയിലെ കൂടുതലും ശ്രദ്ധ അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുന്നത് സോഷ്യൽ മീഡിയാസ് തന്നെയാണ്. നമുക്കതിനൊരു പോസിറ്റീവ് വേ ആക്കാം. സോഷ്യൽ മീഡിയാസ് വഴി നമ്മുടെ ആക്ടിവിറ്റീസും നമ്മുടെ കോൺഗ്രിഗേഷനെ കുറിച്ചും നമുക്ക് കിട്ടിയ ദൈവവിളിയെക്കുറിച്ചും ഒരു സുവിശേഷവൽക്കരണം കൂടി അവിടെ നടത്തുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയാസ് മാക്സിമം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂടുതലും കാണുന്നതും കേൾക്കുന്നതും ഇന്നത്തെ
യുവതലമുറ തന്നെയാണ്. അവർക്ക് കൂടുതൽ ആകർഷകമാകും വിധം നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്തു തുടങ്ങിയാൽ തീർച്ചയായും നമുക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവവിളികൾ, ഇപ്പോൾ നമ്മുടെ സന്യാസ സമൂഹങ്ങളൊക്കെ ഒന്ന് വീക്കായി തുടങ്ങി, ഒന്നുകൂടെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റും. നമുക്ക് കിട്ടിയ കഴിവനുസരിച്ച് നമ്മൾ മാക്സിമം നമ്മുടെ എനർജി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ക്രിസ്തുവിന് വേണ്ടി ആത്മാക്കളെ നേടിയെടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു രീതി ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പോസിറ്റീവ് വേയിൽ നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദൈവവിളികൾ കൂട്ടാനായിട്ട് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ വർഷം പ്രത്യാശയുടെ വർഷമാണ്. കൂടാതെ സിനഡാലിറ്റി, സിനഡ് ഇതൊക്കെ പഠിച്ച് നമ്മൾ ഒരുമിച്ച് ഒരു ദൈവജനമായിട്ട് ഈശോയിലേക്ക് സ്വർഗം ലക്ഷ്യമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ഈ നടക്കലിൽ കൂടുതലായിട്ട് ദൈവവിളി വരുന്ന എപ്പോഴും അവിടെ പ്രതിസന്ധികളുള്ളപ്പോഴാണ്. ഇപ്പൊ കന്തമാളിലേക്ക് നോക്കുകയാണെങ്കിൽ ആരും വിളിക്കാണ്ട് ഇഷ്ടംപോലെ വൊക്കേഷൻസ് ആണ്. ഒരു ദൈവവിളി ക്യാമ്പിന്റെ ആവശ്യമില്ല, ഒരുപാട് വൊക്കേഷൻസ് ആണ്, വളരെ സജീവമായ വൊക്കേഷൻസ്. നമുക്കിവിടെ ദൈവവിളി കുറവാണെങ്കിൽ നമുക്കിവിടെ സുഖമാണ്, ജീവിത സുഖമാണ്, എല്ലാ സുഖമാണ്. ഏത് പള്ളി എവിടെ എല്ലായിടത്തും പള്ളിയുണ്ട്, എല്ലായിടത്തും അച്ഛന്മാരുണ്ട്, എല്ലായിടത്തും സിസ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഒന്നിനും കുറവില്ല. കുറവറിയണമെങ്കിൽ നമ്മൾ കേരളത്തിന് പുറത്തേക്ക് പോകണം. കേരളത്തിന് പുറത്ത് പോകുമ്പോൾ നമ്മൾ തന്നെ തേടുവാണ് മലയാളം കുർബാനയ്ക്ക് വേണ്ടി, സീറോ കുർബാനയ്ക്ക് വേണ്ടി. ഭയങ്കര ഒരു തേസ്റ്റാണത്. അതുപോലെ തന്നെ നമുക്ക് എവിടെ ഇപ്പൊ എന്റെ സഭ ഞാൻ പറഞ്ഞു, ഞാൻ ജോയിൻ ചെയ്ത വർഷം ഞങ്ങൾ 21,000 ആയിരുന്നു. വത്തിക്കാൻ സെക്കൻഡ് ടൈമില് 45,000 ആയിരുന്നു. ഇപ്പൊ ഞങ്ങള് 11,500 ഇതാണ്. അവിടെ നിൽക്കുമ്പോൾ കുറവല്ല, കൂടുതലാണ്, ഇപ്പോഴും കൂടുതലാണ്. ഈ നമ്പർ കൂടുതലാണ്. ഒരുപാട് പുതിയ സമൂഹങ്ങൾ വന്നിരിക്കുകയാണ്. അതിലേക്ക് പുതിയ മെമ്പേഴ്സ് പോയിട്ടുണ്ട്. പിന്നെ അതിനേക്കാളും കൂടുതലായിട്ട് ജീസസ് യൂത്ത്, പല സംഘടനകൾ, ഇപ്പോൾ വിൻസെന്റ് പോൾ സൊസൈറ്റി 147 രാജ്യങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത്. ഈശോ എത്തിച്ചേരുന്നുണ്ട് എല്ലായിടത്തും. ഈശോ വളരെ സജീവമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ദൈവവിളി കുറയുന്നതിനുള്ള കാരണം നമുക്ക് സുഖമാണ്, നമുക്ക് എല്ലാ സുഖമാണ്. നമുക്ക് എവിടെയെങ്കിലും ഇത്തിരി ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ ദൈവവിളി കൂടുതലാകും. പിന്നെ ഇപ്പോ മിസ് വേൾഡ് ആയിരിക്കുന്നവർ സിസ്റ്റർ വരുന്നു. ഒക്കേഷൻസ് ആർ ദൈവം വിളിക്കുമ്പോൾ അത് ആരായാലും എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും വൊക്കേഷൻ ഉണ്ട്. വൊക്കേഷൻസ് കുറവൊന്നുമില്ല. സഭ വളരുന്നുണ്ട്, അംഗങ്ങൾ കൂടുന്നുണ്ട്. ഒരിക്കലും സന്യാസം നിന്നു പോകത്തില്ല. കാരണം വിൻസെന്റ് പോൾ പറഞ്ഞ എത്ര നാൾ ഈ സഭ നിലനിൽക്കും, ഒറ്റ ഉത്തരമാണ്. എത്ര നാൾ ഈ ലോകത്തിൽ പാവങ്ങളുണ്ടായിരിക്കും അത്രയും നാൾ നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. അതുപോലെ എത്ര നാൾ വിശ്വാസികളുണ്ടായിരിക്കും അത്ര നാള് സഭയും സന്യാസവും കണ്ടിന്യൂ ചെയ്യും. അതുകൊണ്ട് കുറഞ്ഞാലും കൂടിയാലും ഇതിനൊരു മരണമില്ല, നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും എല്ലാവരും. ഈ ദൈവവിളിയിലേക്ക് വരുന്ന ന്യൂജൻ തലമുറ, അവരുടെ ഉള്ളിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പൊ സന്യാസ ജീവിതത്തിലേക്ക് മഠത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു സ്വിച്ച് ഇട്ട പോലെ അവരുടെ സന്തോഷം അല്ലെങ്കിൽ ആഹ്ലാദം, ജീവിതത്തിലെ ആ ഒരു സന്തോഷമൊക്കെ ഇങ്ങനെ നിലയ്ക്കും എന്നുള്ളത്. ഇതുവരെ സോണിയ സിസ്റ്ററോടും ഹെലിന സിസ്റ്ററോടും സംസാരിച്ചപ്പോൾ ആ സന്തോഷം, നിങ്ങളുടെ സന്തോഷം ഇതുവരെ നിലച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അവർക്ക് കുറേ കൂടി ഒരു ആവേശം നൽകാൻ വേണ്ടിയാണ് ചോദ്യം ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്കൊരു മനുഷ്യനാണ്, നമുക്ക് പല സാഹചര്യം നേരിടേണ്ടി വരുമ്പോൾ സങ്കടം വരാം. പക്ഷെ അതിനേക്കാൾ ഒക്കെ ഉപരി ജീവിതത്തിലെ ഒരു സന്തോഷം നഷ്ടപ്പെട്ടു, അല്ലെ ആഹ്ലാദം നഷ്ടപ്പെട്ടു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നവർക്കുള്ളൊരു മറുപടി ഹെലിന. ഞാൻ പറയുന്നത് ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ സന്യാസ സമൂഹത്തെ കാണുന്നത്. എവിടെയും പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക, അത് ആരും ഒരിടത്തും പറഞ്ഞിട്ടില്ല. തമ്പുരാൻ പോലും പറഞ്ഞിട്ട് എന്നെ അനുഗമിക്കുന്നവന് കുരിശുണ്ട്. അത് സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക, കുരിശോട് കൂടെ അനുഗമിക്കാൻ പറയുന്നത്. അത് സന്യാസ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്കെല്ലാം തരും, എനിക്ക് സ്വർഗമാണ് അവിടെയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അവിടെയും ഉണ്ട് എൻ്റെതായ കുറവുകളും ബലഹീനതകളും എല്ലാം. നമ്മൾ ഒരേ കുടുംബത്തിൽ നിന്ന് വന്നവരല്ല. ഈവൻ ഒരു കുടുംബത്തിൽ താമസിക്കുന്ന വ്യക്തികളിൽ പോലും ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം. നീരസങ്ങൾ പരസ്പരം പ്രകടിപ്പിച്ചെന്ന് വരാം. ഇതുപോലെ തന്നെയാണ് സന്യാസ സമൂഹത്തിലും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മെയിൻലി ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ പറയുന്നത്, ഇന്ന് ആരോടെങ്കിലും ഒരാളോട് സിസ്റ്ററിനോട് ദേഷ്യപ്പെട്ടു, അന്ന് രാത്രി അദ്ദേഹത്തോട് സിസ്റ്ററിനോട് ക്ഷമിക്കാതെ കടക്കാൻ പോകരുത് എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മാപ്പ് കോമൺ ആയിട്ടാണ് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നത്. അത് പള്ളിയിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരു എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ്, ആ സമയത്ത് ആരെയാണോ ഞാൻ വേദനിപ്പിച്ചത്, ആരാണോ ഞാനാല് വേദനിപ്പിക്കപ്പെട്ടത്, അദ്ദേഹത്തോട് ആ സിസ്റ്ററിനോട് കോമൺ ആയിട്ട് സോറി, പബ്ലിക്കായിട്ട് സോറി ചോദിച്ചിട്ട് അടുത്ത ദിവസം ആ വിഷമം അവിടെ നിലനിൽക്കുന്നില്ല. അപ്പൊ എവിടെയും എന്തായാലും വഴക്കില്ലായ്മ
ഉണ്ടാകാതിരിക്കില്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ടാകും. കാരണം മനുഷ്യരാണ്, ബലഹീനരാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു കണ്ടിന്യൂവേഷൻ, ഒരു ഫോർമേഷന്റെ ലെവലിലാണ് നമ്മൾ. നമ്മുടെ ഫോർമേഷൻ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ഒരു സിസ്റ്ററായി കഴിഞ്ഞാൽ സ്റ്റിൽ വി ആർ ഇൻ ഫോർമേഷൻ ആണ്. അപ്പോൾ എന്തായാലും പരസ്പരം ഐക്യപ്പെട്ട് ഒരുമിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരുപാട് അനുഭവം പറയാനുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം അത് വ്യക്തിപരമായിട്ടും സമൂഹപരമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ ഒരുപാട്, നമ്മളെല്ലാവരും വരുന്ന കുടുംബത്തിൽ നിന്നാണ്. ഒരുപാട് പ്രശ്നങ്ങളുള്ള കുടുംബത്തിൽ നിന്നും ഒരുപാട് വേദനകൾ നിറഞ്ഞ സമയങ്ങളിലൂടെ ഒരുപാട് വേദനകളോടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പം എല്ലാ സമയത്തും ചില സമയങ്ങളിൽ വിഷമിച്ചൊക്കെ ഇരുന്നിട്ടുണ്ട്. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ അറിയാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ഒരു വളരെ വിഷമം തോന്നിയൊരവസ്ഥയിൽ, ആരോട് പറയണമെന്ന് പെട്ടെന്ന് ആരും ഇല്ലാത്ത അവസ്ഥയിൽ ഞാൻ പോയി പറഞ്ഞത് കുമ്പസാരത്തിലാണ്. കുമ്പസാരത്തിൽ ബാംഗ്ലൂർ വെച്ചാണ് അത്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത്. അപ്പോൾ കുമ്പസാരത്തിൽ പറഞ്ഞപ്പം അച്ഛൻ ഇപ്പം വരില്ല, അച്ഛൻ ക്യാൻസർ വന്ന് മരിച്ചുപോയി. അപ്പോൾ ജോസഫ് അച്ഛൻ ഞങ്ങളുടെ വികാരിച്ച് അതിനുള്ള കറക്റ്റ് ഉത്തരം അന്ന് തന്നു. കറക്റ്റ് ഉത്തരം അന്ന് തന്നു. ഞാൻ ബൈബിൾ വായിച്ചു, പ്രാർത്ഥിച്ചു, ഒന്നും ഉത്തരം കിട്ടാത്ത സമയത്ത് എനിക്ക് അപ്പോൾ ഉത്തരം കിട്ടിയത് അങ്ങനെയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കുമ്പസാരത്തിലൂടെ പറയാനുള്ള കാരണം, വിശുദ്ധ ക്യാതറിലപ്പോരയ്ക്ക് മാതാവ് ദർശനം കൊടുത്തപ്പോൾ, അത്ഭുതകാശരൂപൻ ദർശനം കൊടുത്തപ്പോൾ പോയി പറയാൻ പറഞ്ഞത് കുമ്പസാരത്തിലൂടെ വൈദികനോടാണ്. കാരണം പേര് വെളിപ്പെടുത്തരുത്, മാതാവ് പറയുന്ന സമയം വരെ പേര് വെളിപ്പെടുത്തുന്ന പറഞ്ഞുകൊണ്ട് അങ്ങനെ കുമ്പസാരത്തിന്റെ ഒരു മഹനീയത മാതാവ് അത്ഭുതത്തിലൂടെ കൊണ്ടുവന്നു. 46 വർഷം ആ രഹസ്യം ആർക്കാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് എന്ന് ആരും ലോകം അറിഞ്ഞില്ല. ഖ്യാതലവർ മരിച്ച സമയത്ത് ആണ് ലോകം അറിഞ്ഞത്. അത്ഭുതകാശരൂപത്തിന്റെ ദർശനം കിട്ടിയ സിസ്റ്റർ ഇതായിരുന്നു എന്ന്. അപ്പോൾ കുമ്പസാരത്തിന്റെ അത്രമാത്രം മഹനീയമാണെന്ന് അത് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഒരു സാഹചര്യത്തിൽ, കാരണം ഞാൻ കോളേജ് പഠിക്കുമായിരുന്നു അവിടെ, ആരോട് പറയണം, കുട്ടികളുടെ മുന്നിൽ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് വന്നത് അതങ്ങനെ ഇതായിരുന്നു. പിന്നെ ബുദ്ധിമുട്ടൊക്കെ വരുമ്പം ഞങ്ങളുടെ സമൂഹത്തിലുള്ള സിസ്റ്റേഴ്സായിട്ട്, എൽഡറി സിസ്റ്റേഴ്സായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ അവർക്ക് ഒരുപാട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് പേര് എന്നെ ഒരുപാട് തവണ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കും സിസ്റ്റർ പറഞ്ഞ പോലെ അതേ ഇത് ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് അന്നത്തെ ദിവസം തന്നെയാണ് ചോദിക്കണം എന്നുണ്ടെങ്കിലും പലപ്പോഴും ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് മാസത്തിലൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയിൽ ഒന്നെങ്കിൽ മുട്ടുകുത്തി അല്ലെങ്കിൽ പേര് പറഞ്ഞ സിസ്റ്റർ ഞാനിങ്ങനെ ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണം എന്നെല്ലാവരുടെ മുന്നിൽ നിന്ന്. കാരണം നമ്മളൊരു ഉറക്കെ സംസാരിക്കുകയോ അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ അത് കാണുന്നവർക്കും കൂടെ അതൊരു ബാഡ് എക്സാമ്പിൾ ആണല്ലോ. അപ്പം അതുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ നിന്ന് സോറി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അതുകൊണ്ട്. ഒരു കാര്യം കൂടി, ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ സമാനതകളില്ലാത്ത രീതിയിൽ ക്രൈസ്തവ സന്യാസം ആക്രമിക്കപ്പെടുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ സന്യാസിനികൾ സമൂഹത്തിന് യാതൊരു ദോഷവും ചെയ്തിട്ടില്ല, നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിസ്വാർത്ഥമായിട്ടുള്ള ശുശ്രൂഷ, രോഗികളെ, പാവപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിൽ, ആതുര മേഖലയിൽ, ആരോഗ്യ മേഖലയിലൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പം ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന്, സിനിമാ മേഖലയിൽ നിന്ന്, സാംസ്കാരിക മേഖലയിൽ നിന്ന്, മാധ്യമ മേഖലയിൽ നിന്ന് ഒക്കെ വലിയ രീതിയിൽ ക്രൈസ്തവ സന്യാസം ആക്രമിക്കപ്പെടുന്നത്? അത് ചിലപ്പോൾ ഒരു സംഭവത്തെ ഇങ്ങനെ സന്യാസിമാർ ഉൾപ്പെട്ട ഏതെങ്കിലും സംഭവത്തെ ഇങ്ങനെ വളച്ചൊടിക്കുന്നു, തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നു. ഇപ്പോഴേക്കും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ക്രൈസ്തവരായിട്ടുള്ള ഒത്തിരി പേര്, സിസ്റ്റേഴ്സിനെ പോലെയുള്ള ഒത്തിരി പേര് ആക്റ്റീവായിട്ടുള്ളതിനെ പലതിനെയും കൗണ്ടർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നു? അതിനെപ്പറ്റിയുള്ള ഒരു നിരീക്ഷണം ഒന്ന് പങ്കുവയ്ക്കും. പുറമേ നിന്നുള്ളവർക്ക് എന്താണ് യാഥാർത്ഥ്യം എന്ന്, ഉള്ളിൽ നടക്കുന്ന യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലല്ലോ. ഇനി ഈ റീസെന്റ് നടന്നുപോയ കാര്യമാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ പുറമേ വരുന്നത് അതിനെ വളച്ചൊടിച്ചുകൊണ്ട് തന്നെയാണ്. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് മീഡിയാസ് വഴിയുള്ള ആ ഒരു രീതി, സത്യം ഏതാണ് ഇപ്പോൾ പുറമേ നിൽക്കുന്നവർക്ക് അത് മനസ്സിലാകുന്നില്ല. എന്താണോ മീഡിയ അവർക്ക് കൊടുക്കുന്നത് അത് മാത്രമാണ് അവർ ഗ്രാസ്പ് ചെയ്യുന്നത്. കൂടുതലും എനിക്ക് പറയാനുള്ളത് സത്യം ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുറത്ത്, അതായത് ലോകത്തിന് നന്മയായത് കൈമാറാനായിട്ട് എല്ലാവരും, ഇപ്പൊ ചോദിച്ചതുപോലെ തന്നെ ആരും ആയിക്കോട്ടെ, നന്മയായത് കൊടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും. കുറേയൊക്കെ പോസിറ്റീവായിട്ട് കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും സത്യമില്ല എന്ന് പറയുന്നില്ല, ഉണ്ട്.
എന്നാലും നമുക്ക് മാക്സിമം ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. നമ്മൾ എന്താണോ അവരോട് യാഥാർത്ഥ്യം പറഞ്ഞത് അത് പ്രൊമോട്ട് ചെയ്യുക. അതാണ് മാക്സിമം ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ നിന്ന് കേട്ട് മറ്റിടത്ത് എത്തിക്കഴിയുമ്പോൾ അതിന്റെ ലെവല് തന്നെ മാറുക. ക്രൈസ്തവ സഭയുടെ ആരംഭം തൊട്ട് ആക്രമണങ്ങളോട് മാത്രം വളർന്നൊരു സഭയാണ് നമ്മൾ. അതുകൊണ്ട് ആക്രമണങ്ങള് പ്രതീക്ഷിക്കാം ഇന്നും എപ്പോഴും. പക്ഷെ ഇപ്പൊ ചോദിച്ച മാതിരി ഇപ്പൊ നടക്കുന്ന ആക്രമണങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് അതൊരു പുതുമയാണ്. പക്ഷെ നമ്മൾ കുറച്ച് പുറകോട്ട് നോക്കുകയാണെങ്കിൽ, ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. 17-ാം നൂറ്റാണ്ടിന് അവസാനമാണ് ഞങ്ങളുടെ സഭ. അപ്പോൾ ആദ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സിസ്റ്റേഴ്സ് ശുശ്രൂഷ ചെയ്യുന്ന ഫ്രാൻസിൽ ആദ്യം വളരെ വ്യത്യസ്തമായ സംഭവം നടക്കുകയാണ്. ആൾക്കാർ കളിയാക്കുന്നു, തുപ്പുന്നു. കാരണം ആ സമയത്ത് കോളറ വന്നവരും കുഷ്ഠരോഗികളും ഒക്കെയാണ് കിടക്കുന്നത്. അവരെ സഹായിക്കുമ്പോൾ ആൾക്കാർ ശരിക്കും ആക്രോശിക്കുമായിരുന്നു. അപ്പൊ വിൻസെന്റ് പോൾ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, മക്കളെ നിങ്ങൾ പാരീസിന്റെ സ്ട്രീറ്റ്സിലൂടെ പോകുമ്പോൾ അവർ നിങ്ങളെ അധിക്ഷേപിക്കും, അവർ നിങ്ങളെ എറിയും. നമുക്ക് വിൻസെന്റ് പോളിന്റെ മൂവി കാണാൻ പറ്റും. എറിയും, കാണുന്നൊക്കെ ചെറിയോ നിങ്ങൾക്ക് എന്തോ ചോദിച്ചുകൊണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവരും സിസ്റ്റേഴ്സ് വരുന്ന പറഞ്ഞുകൊണ്ട് പച്ചപ്പരവതാനെ ആരും നിങ്ങൾക്ക് വിടത്താൻ പോകുന്നില്ല. പക്ഷെ ഇതൊക്കെ സംഭവിക്കുമ്പോഴും നിങ്ങൾ ഈശോയുടെ അരിയിലേക്ക് വരിക, എല്ലാം അവനോട് പറയുക. അത് അന്ന് വിൻസെന്റ് പോൾ പറഞ്ഞെങ്കിൽ അതിനുശേഷം ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായി. ഞങ്ങൾ എല്ലാ സിസ്റ്റേഴ്സും ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിട്ടു. ഞങ്ങളുടെ സഭ പല ഇതായിട്ട് തിരിഞ്ഞു പോയി. അങ്ങനെ ഒരുപാട് എല്ലാ സഭകളും, ഈശോ സഭ, എല്ലാ സഭകളും അങ്ങനെ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് വിശുദ്ധരെ ഇപ്പം നമുക്ക് തൊട്ടുമുത്താനും പ്രാർത്ഥിക്കാനും ഉണ്ട്. അപ്പോൾ ഓരോ പ്രതിസന്ധിയിലും നമ്മൾ ബൈബിളിലേക്ക് തിരിയുണ്ട്. അപ്പം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, നിങ്ങളെ അവർ പീഡിപ്പിക്കും. ഉറപ്പ് ഈശോ പറഞ്ഞാക്കുന്ന കാര്യമാണ്. ഈശോ ഉറപ്പ് ഇങ്ങനെ സംഭവിക്കുന്ന ഉറപ്പില്ല. പക്ഷെ നമ്മൾ ഈ ഓരോ കാര്യങ്ങളും നടക്കുന്നത് എൻ്റെ വിശ്വാസം എവിടെയാണെന്ന് ചിന്തിക്കാൻ വേണ്ടി, എൻ്റെ പ്രത്യാശ എവിടെയാണ്, എൻ്റെ ഈശോ എവിടെയാണ്, ഞാനും ഈശോ എവിടെയാണ് ചിന്തിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ സന്യാസ സഭയ്ക്കെതിരെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കും കൂടെ ചിന്തിക്കാനുള്ള സമയം. ഞാനും എൻ്റെ സഭയും നമ്മുടെ സഭയും ഈശോടൊപ്പമാണോ? നമ്മൾ ഈശോടൊപ്പം ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. സിസ്റ്റർ ഫേസ് ചെയ്തതുപോലെ തന്നെ, അല്ലെങ്കിൽ കന്തമാളിൽ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് അതുപോലെ ഓരോ സന്യാസത്തിനും ഫേസ് ചെയ്യുന്ന മാതിരി ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇറാഖിലൊക്കെ എന്തുമാത്രം അതിശയങ്ങളാണ് നമ്മുടെ സഭ നേരിടുന്നത്. അപ്പോൾ എത്രമാത്രം വിഷമകരം വന്നാലും ഈശോ നമ്മൾ എന്തിനു വേണ്ടി നിൽക്കുന്നു, ആർക്ക് വേണ്ടി നിൽക്കുന്നു, ആരുടെ ഒപ്പം നമ്മൾ നിൽക്കുന്ന ആ ഒരു ബോധ്യം നമുക്കുള്ളിടത്തോളം കാലം ഒന്നുമല്ല. സിസ്റ്റർ, ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിരുന്നു. പക്ഷെ എങ്കിൽ മറ്റൊരു രീതിയിൽ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സന്യാസ സമൂഹത്തിന് ഏറ്റവും വലിയ ഒരു കാരിസം എന്ന് പറയുന്നത് അനുസരണമാണ്. പലപ്പോഴും സിസ്റ്റേഴ്സിനെ വെച്ചുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാം നമ്മൾ പോകുമ്പം സിസ്റ്റേഴ്സിന്റെ അവർക്ക് ലഭിക്കേണ്ട ഒരു പെർമിഷൻ അത് പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അനുസരണം അത് അടിമത്തമാണെന്നുള്ള രീതിയിലുള്ളൊരു പ്രചരണമുണ്ട്. അനുസരണം അടിമത്തമാണോ, പ്രത്യേകിച്ച് സന്യാസ ജീവിതം? ഒരിക്കലുമല്ല. അനുസരണം അടിമത്വം അല്ല. കാരണം ഞാൻ ഈ വ്രതം എടുത്തിരിക്കുന്നത് അടിമത്തത്തിലേക്കല്ല, കൂടുതലും ഒരു ഓപ്പൺ തുറവിയിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വ്രതം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അനുസരണം അടിമത്വം അല്ല. അത് അനുസരണം എപ്പോഴും അത്ഭുതങ്ങൾ മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ. അനുസരണം എന്നെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്, ഒരു വ്രതമാണ് മറ്റു വ്രതങ്ങൾ. കാരണം എനിക്ക് പറയാനുള്ളത്, ഞാൻ BA സൈക്കോളജി, ജേർണലിസം, ഇംഗ്ലീഷ്, ആ 3 മെയിനായി പഠിക്കാൻ വേണ്ടി എന്നോട് സിസ്റ്റേഴ്സ് പറഞ്ഞു. പക്ഷെ എനിക്ക് സൈക്കോളജി ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരുന്നു. അതിന് പകരം എനിക്ക് ക്രിസ്ത്യാനിറ്റി കോളേജിൽ ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ഇതേ സബ്ജക്റ്റ് എടുത്തു. പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, ഇംഗ്ലീഷ്, അടിപൊളി സബ്ജക്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പം പക്ഷെ സിസ്റ്റർ എന്നോട് പറഞ്ഞു, എൻ്റെ പ്രൊഫഷാളമ്മയോട് പറഞ്ഞു സൈക്കോളജിയാണ് പഠിക്കേണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് സൈക്കോളജിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇംഗ്ലീഷും അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് ഞാൻ പോയി പഠിക്കുക. എന്നിട്ട് ഞാൻ കൊമേഴ്സാണ് പഠിച്ചു +2. അതുകൊണ്ട് തന്നെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇത്. അങ്ങനെ ഇഷ്ടമില്ലാത്ത പോയി പഠിച്ചു. ആദ്യത്തെ എക്സാമിന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് തോറ്റു സൈക്കോളജിക്ക്. നോട്ട് സെം എക്സാം അല്ല, ക്ലാസ് ടെസ്റ്റിന്. പേപ്പർ കൊണ്ട് നേരെ ചെന്നു എൻ്റെ സുപ്പീരിയേഴ്സിൻ്റെ അടുത്തേക്ക്. സിസ്റ്റർ, ഞാൻ അനുസരിച്ചിട്ട് പോയത് ഈ അവസ്ഥയായിരിക്കും ഇനി കിട്ടാൻ പോകുന്നത്. സിസ്റ്റർ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, മോള് നന്നായി പഠിക്കാൻ പറഞ്ഞു, ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട്, പഠിക്കാൻ പറഞ്ഞു. പഠിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അത്ഭുതം ഞാൻ കാണുന്ന അവിടെ. അനുസരണം അത്ഭുതം പ്രവർത്തിക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഞാൻ കണ്ടത് അവിടെയാ. ആ ഫസ്റ്റ് സെം എക്സാമിന് 91 മാർക്ക് എനിക്ക് പോയിട്ട് സൈക്കോളജിക്ക്. അത് കഴിഞ്ഞിട്ട് എല്ലാ സെമ്മിലും സൈക്കോളജിയിൽ ഞാൻ ടോപ്പായിരുന്നു. പക്ഷെ
ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എന്റെ മുഖത്ത് ഞാൻ ചിരിക്കും. കാരണം ഞാൻ കണ്ടത് ആ ഒരു അനുസരണം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് എനിക്ക് എവിടെയും പറയാൻ പറ്റും. കാരണം ഞാൻ കണ്ടു. ബുദ്ധിമുട്ടാണ്. കാരണം ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെയാണ് ഈശോ പോലും പറഞ്ഞത്, പിതാവേ ഇത് അങ്ങയുടെ ഇഷ്ടമെങ്കിൽ എന്ന് ചോദിക്കുന്നത് ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ അനുസരിച്ചുകൊണ്ട് എനിക്ക് മറ്റുള്ളവരോടും എനിക്ക് പറയാൻ പറ്റും, അനുസരിച്ച നിങ്ങളും അത്ഭുതങ്ങൾ കാണും. കുർബാനയുടെ വിഷയം വന്നപ്പോൾ ഞാൻ എപ്പോഴും അത് പല പ്രാവശ്യം ഞാൻ അത് ഓർക്കുന്നുണ്ട്. ദൈവഹിതത്തിന് സ്വയം വിട്ടുകൊടുക്കലാവും ഒരു അനുസരണം എന്ന് പറയുന്നത്. മാതാവിന്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലായി ഇതാ കർത്താവിന്റെ ദാസി, അനുസരിക്കാൻ സ്വയം വിട്ടുകൊടുക്കുക. ഓരോ അത്ഭുതങ്ങളാണ് അവിടെ നടക്കുന്നത്. സിസ്റ്റർ പറഞ്ഞതുപോലെ അവിടെ അത്ഭുതം, തമ്പുരാൻ അവിടെ ഇറങ്ങി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അതുവഴി. ഓരോ വർഷവും ഞങ്ങൾ വ്രതം ചെയ്യുന്ന ഓരോ വർഷത്തേക്കാണല്ലോ. അപ്പം ഓരോ വർഷവും മാതാവിന്റെ മംഗളവാർത്ത തിരുനാൾ വരുമ്പോൾ യെസ് ലോർഡ് മാതാവ് പറഞ്ഞ ഫിയാത്ത് എന്നതാണ് അതാണ് ധ്യാനിക്കുന്നത്. അപ്പം എവിടെങ്കിലും എന്നെങ്കിലും ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും പിന്നെ മാതാവിനോടും ഈശോയോടും മാധ്യസ്ഥം ചോദിച്ച് അനുഗ്രഹം വാങ്ങി കണ്ടു ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഈ അനുസരണം എന്ന പ്രയോഗത്തിന് കുറച്ചുകൂടെ ഞങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടി വരും. കാരണം ഞങ്ങളുടെ സഭയുടെ കോൺഗ്രിഗേഷന്റെ പേര് തന്നെ അഗസ്റ്റീനിയൻ സിസ്റ്റേഴ്സ് ഓഫ് ദ മോസ്റ്റ് ഹോളി അനൗൺസിയേഷൻ, മംഗളവാർത്ത മാതാവിന്റെ അഗസ്റ്റീനിയൻ സഹോദരിമാരെന്ന്. മംഗളവാർത്ത മാതാവൊക്കെ അറിയാം, ദൈവഹിതത്തിന് സ്വയം കൊടുത്തുകൊണ്ട് ജീവിച്ചു മാതാവ്. അപ്പൊ തീർച്ചയായും ഞങ്ങള് അതില് കൂടുതൽ ഒബ്ലിജ്ഡ് ആണ്. സിസ്റ്റർ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് വസ്ത്രത്തിന്റെ പേരിലാണ്. നമുക്കറിയാം ഈ സന്യാസ ജീവിതത്തിൽ സന്യാസ വസ്ത്രത്തിന്റെ ഒരു പ്രാധാന്യം ഒന്ന് പങ്കുവെക്കുന്നു. മാത്രമല്ല നമുക്കറിയാം ഒരു സ്കൂൾ യൂണിഫോമിന്റെ പ്രാധാന്യം അച്ചടക്കം നമ്മൾ പലവണ ചർച്ച ചെയ്തതാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒരു സന്യാസ ജീവിതത്തില് ഈ സന്യാസ വസ്ത്രത്തിന്റെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ളൊരു പ്രാധാന്യം നമുക്ക് പങ്കുവെക്കും. ഇത് പൂർണ്ണ അറിവോടുകൂടെ സ്വീകരിക്കുന്ന വസ്ത്രമാണ്, വസ്ത്രമല്ല, തിരുവസ്ത്രം എന്നാണ് ഞങ്ങൾ പറയുന്നത്. തിരുവസ്ത്രം അത് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇത്രയും ഫോർമേഷൻ കാലഘട്ടത്തിൽ ഞാൻ ഒരു 8 to 9 years എൻ്റെ സമയത്ത്, കാരണം ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരുവസ്ത്രം സ്വീകരിച്ചത്. സാധാരണ +2 ഒക്കെ കഴിയുമ്പോൾ അതിൻ്റെ ഫോർമേഷൻ പാർട്ടിലോട്ട് പോകും. ഞങ്ങൾ സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഫോർമേഷൻ. അപ്പോൾ ഒരു 8 to 9 years ആഫ്റ്റർ അത് കഴിഞ്ഞിട്ട് പൂർണ്ണ അറിവോടുകൂടെ ഈ തിരുവസ്ത്രത്തിൻ്റെ മഹത്വം എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ തിരുവസ്ത്രം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് മറ്റു വസ്ത്രങ്ങളെക്കാളും ഈ ഒരു വസ്ത്രത്തിന് അതിൻ്റെതായ ബഹുമാനവും പവിത്രതയും മഹത്വവും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഓരോ സന്യാസിക്കും, അങ്ങനെ തന്നെയാണ് തനിക്ക് ലഭിച്ചിരിക്കുന്ന തിരുവസ്ത്രം. അതുകൊണ്ട് പുറമേ നിന്നുള്ള വസ്ത്രത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളിലെ ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന എന്തുകൊണ്ട് സ്കൂളിൽ ഞങ്ങൾ ഇത് ധരിക്കുന്നു, എന്തുകൊണ്ട് മറ്റു കുട്ടികൾക്ക് ധരിച്ചുകൂടാ, അത് തമ്മിലൊരു കോൺട്രഡിക്ഷൻ ഉള്ളത് എങ്ങനെയാണ്? കാരണം ഇത് കുട്ടികളുടേതായ യൂണിഫോമിറ്റിയാണ് കീപ്പ് ചെയ്യേണ്ടത്. അവരാണ് പഠിക്കാൻ വേണ്ടി വരുന്ന കുട്ടികൾക്ക് ഒരേ യൂണിറ്റിയിൽ കൊണ്ടുപോകാൻ നമ്മുടെ ജാതി, മതം, വർണ്ണം, സ്റ്റാറ്റസ്, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒന്നും കാണിക്കുന്നില്ല. ഇവിടെ നമുക്ക് നമ്മുടേതായ കത്തോലിക്ക സഭ തന്നിരിക്കുന്ന ഒരു അർത്ഥം ഉണ്ട് നമ്മുടെ ഈ തിരുവസ്ത്രത്തിന്. ആ രീതിയിലാണ് നമ്മൾ ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. അതിൻ്റെതായ ബഹുമാനവും പവിത്രതയും ഈ തിരുവസ്ത്രത്തിനുണ്ട്. സിസ്റ്ററെ, നമ്മളൊരു ക്രിസ്മസിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു അഭിമുഖം കണ്ടക്ട് ചെയ്യുന്നത്. ക്രിസ്മസ് എന്ന് പറഞ്ഞ സന്തോഷത്തിന്റെ വലിയൊരു പ്രതീകം തന്നെയാണ്. അപ്പൊ അതിനൊരു പശ്ചാത്തലത്തില് സിസ്റ്റർ സന്യാസ ജീവിതം തെരഞ്ഞെടുത്തതിന് ശേഷം സിസ്റ്ററിന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിച്ച ഏറ്റവും വലിയൊരു സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവത്തെ കുറിച്ച് പങ്കുവയ്ക്കും. പറയാം, 2 കാര്യം പറയാനുണ്ട്. ഒന്ന്, 2012-13 വർഷങ്ങളിൽ ഞാൻ ഞങ്ങളുടെ തന്നെ സ്ഥാപനമായ മരലാക്ക് ഭവൻ മാടത്തിലായിരുന്നു. അവിടെ ഞങ്ങൾക്ക് 45 അന്തേവാസികളുണ്ടായിരുന്നു. വയസ്സായവരും മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരും പിന്നെ ഭിന്നശേഷിയായിട്ടുള്ളവരും. അപ്പം എഴുന്നേക്കാൻ പറ്റാത്തവർക്കും വയ്യാത്തവരൊക്കെ ഞങ്ങൾ കുളിപ്പിച്ചിട്ട് പള്ളിയിൽ പോയിരുന്നു. രാവിലെ എഴുന്നേറ്റ് അവരെ കുളിപ്പിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾ കുളിച്ച് പ്രാർത്ഥിച്ച് പള്ളിയിൽ പോയിരുന്നു. പിന്നെ നേഴ്സറി ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരെ നോക്കി അവസാനം അന്ന് എനിക്കൊരു 24-25 years എന്ന്. അപ്പോൾ ചിലരെ ഞങ്ങൾ എടുത്തോണ്ട് പോയി കുളിപ്പിക്കണം. അങ്ങനെയൊക്കെ എടുത്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല നടുവേദന വരും, ഭയങ്കര നടുവേദനയൊക്കെ വരുമായിരുന്നു. പക്ഷെ രാത്രിയിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് റൂമിലേക്ക് ചെല്ലുമ്പം വേദനയുണ്ട് ഒരു വശത്ത്, പക്ഷെ മനസ്സിൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. കാരണം എനിക്ക് ആഗ്രഹം ഈ മദർ തെരേസ ഒക്കെ ചെയ്ത പോലെ പാവങ്ങൾ. അപ്പോൾ അതുള്ളതുകൊണ്ടും
ഞാൻ എന്താഗ്രഹിച്ചോ, ആരായത്തിന് ആഗ്രഹിച്ചോ അതെനിക്ക് ചെയ്യാൻ പറ്റും. വേദന അത് നമ്മുടെ സാക്രിഫൈസ്. പക്ഷെ നമ്മൾ പാവങ്ങളെ സഹായിക്കുമ്പോൾ ചില സമയത്ത് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അവർ ചിലപ്പോൾ നമ്പർ 1 നമ്പർ 2 ഒക്കെ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം മാറ്റി കുളിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് അന്നത്തെ രാത്രിയിൽ ഉറക്കം അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അത് എങ്ങനെ എനിക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തത്, പക്ഷെ ഒരു പറഞ്ഞ് വാക്കുകൾ കൊണ്ടൊന്നും പ്രകടമാക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഞാൻ ബാംഗ്ലൂരിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസിൽ ഒരു പുതിയ സർവീസ് ഏറ്റെടുത്തു. അതായത് ബാംഗ്ലൂരിലെ സ്ട്രീറ്റ്സിലൂടെയൊക്കെയുള്ള കുട്ടികളെ റാക്ക് പിക്കേഴ്സ് പെറുക്കി നടന്നവരുടെ മക്കളെ പഠിപ്പിക്കുക. അപ്പോൾ അതിനൊരു പ്രോജക്റ്റിന് ഭാഗമായിട്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് 16 കുട്ടികളുണ്ടായിരുന്നു, കുഞ്ഞു കുട്ടികൾ, 5, 6 വയസ്സുള്ള കുട്ടികൾ. ഞങ്ങൾ 3, 4 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പഠിക്കുന്നവർ ഞങ്ങൾ ഒരുമിച്ച് അവരെ കുളിപ്പിച്ച് എന്നിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയി അവർക്ക് ഫുഡ് കൊടുത്ത് ഞങ്ങൾ ഫുഡ് കഴിച്ച് കോളേജിൽ പോകുന്നു. ഭയങ്കര ടൈറ്റായുള്ള കോളേജ് പ്രോഗ്രാം. അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച ദിവസം ഞങ്ങൾക്കൊരു പുതിയ സർവീസ് കിട്ടി. ഇവിടെയൊക്കെ അങ്ങനെ നടത്തുവാണെങ്കിൽ ഒരുപാട് നല്ലൊരു കാര്യം. പക്ഷെ ഇവിടെ ഇല്ല, നമുക്ക് കേരളത്തിലില്ല. എനിക്ക് അറിയത്തില്ല ഉണ്ടോന്ന്, എൻ്റെ അറിവിലില്ല. വികാരിച്ചൻ ബാംഗ്ലൂർ നഗരമാണല്ലോ, ചിലത് നല്ല പണക്കാരുള്ള ഏരിയ, നല്ല അപ്പാർട്ട്മെന്റ് ഏരിയ. അതോടൊപ്പം ഞങ്ങൾക്ക് ഇതുണ്ടായിരുന്നു, കോളനികൾ. അപ്പോൾ കോളനികളിലൊക്കെ വയ്യാണ്ടായിരിക്കും 2000, 2500, 3000 പാരിഷണേഴ്സിനാണ്. അപ്പോൾ അവിടേക്ക് വികാരിച്ചനും കൊച്ചനും രണ്ടുപേർക്ക് എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ട് സിസ്റ്റേഴ്സിന് ചുമതല കിട്ടി. രോഗികളായിരിക്കുന്നവർക്ക് പോയി കുർബാന കൊടുക്കുക. അപ്പം ഞായറാഴ്ച കുർബാന ഞാൻ തമിഴ് കുർബാനയ്ക്ക് പോയിക്കൊണ്ട്, തമിഴ് കുർബാനയ്ക്ക് ശേഷം ഈശോനെ എടുത്ത് ഒരു കുഞ്ഞ് ഡബയ്ക്ക് അതിൽ വെച്ചിട്ട് അതിന്റെ പേരൊക്കെ ഉണ്ട്, എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ട് പെട്ടെന്ന്. അപ്പം ഈശോയെ കൊണ്ടുപോകുന്ന ആ ഇതില് കുസ്തോതിയുടെ കുഞ്ഞു രൂപം അത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് പോകും. ഇങ്ങനെ വെച്ചിട്ട് പോകുമ്പോൾ ഞങ്ങളുടെ മഠം തൊട്ട് ഞങ്ങളുടെ ചാപ്പൽ തൊട്ട് കുറച്ച് നടക്കാനുണ്ട്, 1 കിലോമീറ്റർ നടക്കാനുണ്ട്. നടന്ന് 12 വെട്ടി ഞാൻ കൊടുക്കുമായിരുന്നു. 12 വെട്ടി കൊടുത്തു. അപ്പോൾ ഈശോയെ ഓരോ വെട്ടി കൊടുക്കുമ്പോൾ വയസ്സായവരാണല്ലോ, അവർക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ പോകുന്നത്. അപ്പൊ അവരോട് ഞാൻ പറയും എന്നെ ബ്ലസ് ചെയ്യണമെന്ന് പറയും കുർബാന കൊടുത്തിട്ട്. അവരിങ്ങനെ കാത്തിരിക്കും കേട്ടോ. 9 മണി 10 മണിയാണെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാണ്ട് കാത്തിരിക്കും. ഈശോയ്ക്ക് ഭയങ്കര വിശ്വാസം, തമിഴ് ക്രിസ്ത്യൻസ്, പക്ഷെ നല്ല വിശ്വാസം. അപ്പം ഞാൻ അവരുടെ ആശീർവാദം വാങ്ങി പോയിരുന്നു. അതിലൊരു 9-10 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് തലച്ചോറ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വളർന്ന്, പക്ഷെ അവൾക്ക് ഈശോനെ കൊടുത്തു. ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ കഴിഞ്ഞു. അപ്പോൾ അവളും കാത്തിരിക്കും ഈശോ വരുന്നു പറഞ്ഞു. വേറെ ഒന്നും സംസാരിക്കത്തില്ല, അത് മാത്രം ഈശോ വരുന്നു പറഞ്ഞ് ഒറ്റങ്ങിരിക്കുകയായിരുന്നു. അപ്പൊ അവരുടെ ആ ഒരുക്കം, ഈശോയ്ക്ക് വേണ്ടിയുള്ള ആ കാത്തിരിപ്പ് അത് ഭയങ്കര ഇതായിരുന്നു. അവർക്ക് ഈശോയെ കൊടുക്കുമ്പോൾ അതെനിക്ക് ഭയങ്കര ഇനി കിട്ടുമെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ചാൻസ്. അത് ഇവിടെയൊക്കെ നമുക്ക് വൈദികർ മാത്രം ചെയ്യുന്നത്, എനിക്ക് അവിടെ സിസ്റ്ററായിട്ട് ചെയ്യാൻ പറ്റിയ അവസ്ഥ അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഞാൻ ഈശോയെ ചുമന്നുകൊണ്ട് ആ കോളനി വരെ ചെന്ന് നടക്കുന്ന മെയിൻ റോഡിൽ കൂടെ ഒക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കും, ആ സമയം മൊത്തം സംസാരിച്ചോണ്ട് പോയി ഈശോയെ, എൻ്റെ പരീക്ഷ സമയമാണ്, എനിക്ക് നാളെ പരീക്ഷയുള്ളത്, പക്ഷെ എനിക്ക് ഈശോയെ കൊടുക്കണം, അവര് കാത്തിരിക്കും, പക്ഷെ എനിക്ക് എൻ്റെ പരീക്ഷക്കാരെ നോക്കണം കേട്ടോ, അതൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നത്. പ്രാർത്ഥിക്കണം, എന്നെ മെഡിറ്റേഷൻസും പ്രാർത്ഥനയൊക്കെ സമയത്ത് കഴിഞ്ഞിരിക്കും, ഒക്കെ പ്രാർത്ഥിച്ചു വരും. കൂടെ വേറെ ആളുണ്ട്, പക്ഷെ ഞാൻ സംസാരിക്കത്തില്ല അങ്ങനെ. അപ്പോൾ ഇതുപോലെ ഒരു ക്രിസ്മസ് സമയത്ത് ഞങ്ങൾ അച്ഛനെ വിളിച്ച് ഡോൺ ബോസ്കോ ഫാദേഴ്സ് ഉണ്ട് അടുത്ത്. അപ്പോൾ അവര് കുമ്പസാരിപ്പിക്കാണ്ട് വന്ന് കുമ്പസാരമൊക്കെ കേട്ട് പിറ്റത്തെ ന്യൂ ഇയറിന് ചെന്നപ്പം അന്ന് കുമ്പസാരിച്ച ഒരു അപ്പച്ചനില്ല. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഈ അപ്പച്ചന്മാരോടും അമ്മച്ചന്മാരോടും അനുഗ്രഹം വാങ്ങുമായിരുന്നല്ലോ. അപ്പോൾ അവര് എനിക്ക് അവസാനമായിട്ട് അവരെന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. ഞാൻ അവര് അവസാനമായിട്ട് അവർക്ക് ഈശോ കൊടുത്തത് ഞാനായിരുന്നു. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എത്രമാത്രം മഹത്തരമാണ് ഓരോ വൈദികരുടെ, എത്രമാത്രം പറയാൻ പറ്റത്തില്ല. അപ്പൊ ഓരോ വൈദികരും അവര് പരികർമ്മം ചെയ്യുന്ന കൂദാശയും അവർ കൊടുക്കുന്ന കുർബാനയൊക്കെ വില അറിയുമ്പോൾ ഭയങ്കരമാണ്. ജസ്റ്റ് സിസ്റ്ററിനെ സംബന്ധിച്ച് നമ്മൾ സഹനത്തിന്റെ ചില അനുഭവങ്ങൾ സിസ്റ്റർ പങ്കുവച്ചു. ഈ സന്തോഷത്തിന്റെ 1-2 അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാം. തീർച്ചയായും കർത്താവ് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ തൻ്റെ ഉള്ളം കയ്യിൽ കാത്തു സൂക്ഷിക്കുന്നു. ഒരു അനുഭവം എനിക്ക് പറയാനുള്ളത് തൻ്റെ ഫോർമേഷൻ്റെ കാലഘട്ടത്തിൽ, അത് അതൊരു ഇപ്പോഴും നടന്നതായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത്. ഒരു മാതാവിൻ്റെ, പരിശുദ്ധ അമ്മയുടെ ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ മാത്രമല്ല ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് മാതാവ്. വലിയൊരു സപ്പോർട്ട് തരുന്നുണ്ട് എനിക്ക്. ആ സമയത്ത് നടന്നത് ഇതാണ്, എൻ്റെ സിസ്റ്ററിൻ്റെ ഫസ്റ്റ് കമ്മ്യൂണിയൻ ആയിരുന്നു. ഫസ്റ്റ് കമ്മ്യൂണിയൻ്റെ സമയത്ത് വീട് ട്രിവാൻഡ്രത്താണ്. അപ്പം ഞാൻ ഫോർമേഷൻ ഹൗസിൽ നിന്ന് ഒരു ഉച്ചയോടുകൂടെയാണ് ഞാൻ ഇറങ്ങുന്നത്. അന്ന് ഞങ്ങൾക്ക് റിക്കളക്ഷൻ ആയിരുന്നു. റിക്കളക്ഷൻ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ പോകാനായിട്ട്. അപ്പോൾ ഒരു 1 o'clock കഴിഞ്ഞു. ഞാൻ ബസ്സിന് വേണ്ടി നിൽക്കുക. സാധാരണ ഞാൻ ബസ് എടുക്കുന്നത് തന്നെ ആലപ്പുഴ വഴി പോകുന്നതാണ്. പക്ഷെ ഈ പ്രാവശ്യം ഒരു ട്രിവാൻഡ്രം ഒന്ന് കണ്ടത് തന്നെ ഞാൻ ചാടി കയറി. ഏത് റൂട്ട് വഴിയാണ് പോകുന്നതെന്ന് അറിയത്തില്ല. ഞാനത് കൊരട്ടിയിലായിരുന്നു ഞങ്ങളുടെ ഫോർമേഷൻ ഹൗസ്.
അവിടെ നിൽക്കുന്ന സമയത്താണ് ഈ ട്രിവാൻഡ്രം ബസ് വരുന്നത്. കയറി അത് കോട്ടയം വഴി പോകുന്ന ബസ്സായിരുന്നു. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ഇത് ഈ വഴിയല്ല, ഈ റൂട്ടാ പോകുന്നതെന്ന്. നമുക്ക് റൂട്ടൊന്നും പരിചിതമല്ല, പോയിട്ടേ ഇല്ല. ലൈഫിൽ ആദ്യമായിട്ടാണ് കോട്ടയം വഴി എടുക്കുന്നത്. അവിടുന്ന് കയറി കഴിയുമ്പോൾ എൻ്റെ തൊട്ട് അടുത്ത സീറ്റിലെ ഒരു ലേഡി ഇരിപ്പുണ്ട്, സംസാരിക്കുന്നുണ്ട് എന്നോട്. അപ്പൊ അങ്ങനെ എന്നോട് ചോദിച്ചു ട്രെയിൻ എടുക്കാൻ പാടില്ലായിരുന്നു, അതായിരുന്നല്ലോ കുറച്ചുകൂടെ ബെറ്റർ. ഞാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോ, ട്രെയിൻ ഞാൻ ബുക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, ഞാൻ യാത്ര ചെയ്യാം. അങ്ങനെ പത്തനാപുരം അവിടെ എത്തിയപ്പോൾ ബ്രേക്ക് ഡൗൺ ആയി, ബസ് ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ ഒന്നും ചെയ്യാൻ അറിയില്ല, ഏത് ബസ്സിലേക്ക് മാറി കയറണമെന്നോ ഒന്നും അറിയത്തില്ല. അന്ന് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഫോർമേഷന്റെ ടൈമിലാണ്. ആ സമയത്ത് അടുത്തൊരു ഫാമിലി വരിക. ഈ ഒരു ഫാമിലി ഇറങ്ങിപ്പോയി, അടുത്തൊരു ഫാമിലി, അതും ഒരു ലേഡി തന്നെയാണ്, എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു അടുത്ത് ഒരു 2 മണിക്കൂർ യാത്രയോടെ ഉള്ളൂ ട്രിവാൻഡ്രം എത്താനായിട്ട്, പേടിക്കൊന്നും വേണ്ട, കൂടെ ഉണ്ട്, അടുത്ത ബസ്സിൽ നമുക്ക് കയറാമെന്ന് പറഞ്ഞു. അടുത്ത ബസ് വന്നു, കയറി. ആ ലേഡിയും കുറച്ച് കഴിഞ്ഞപ്പോ ഇറങ്ങിപ്പോയി. ഓൺ ദ സ്പോട്ടിൽ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് അടുത്ത വേറൊരു ലേഡിയാ വന്നിരിക്കുന്നത് എൻ്റെ അടുത്ത്. സംസാരിക്കുകയാണ്, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ, നമ്മുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക. ബാക്കി ഫുള്ള് ഇരിക്കുന്നതെല്ലാം മെയിൽസ് ആയിരിക്കുന്നത് ബസ്സിന്റെ അകത്ത്. നമുക്ക് പേടിയുണ്ട്, എന്നിരുന്നാലും അടുത്തിരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രിവാൻഡ്രത്തെത്തി. അവിടെയും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആളെ നിർത്തിയിരിക്കുവോ. എനിക്കത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 10:30 ആയി ഞാൻ അവിടെ എത്തിയപ്പോ, രാത്രി. കാരണം ആ സമയത്ത് ട്രിവാൻഡ്രം ബസ് സ്റ്റാൻഡ് എത്തുക എന്ന് പറയുന്നത് നല്ലൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അടുത്ത് തന്നെ ഫോൺ തന്ന് സഹായിക്കുന്നുണ്ട്. അവിടെ അടുത്തൊരു പെട്ടെന്ന് ഒരു ലേഡി വന്നിട്ട് വീട്ടിലോട്ട് വിളിച്ചോളൂ, ഉടനെ തന്നെ അടുത്ത് തന്നെ കസിൻസിന്റെ വീടുണ്ട്, അവിടുന്ന് ഉടനെ വന്ന് എന്നെ ഡ്രോപ്പ് ചെയ്ത് കൊണ്ടുപോവുക. ആദ്യമായിട്ട് പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല. എനിക്കൊരു പ്രസൻസ് അത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പരിശുദ്ധ മാതാവിനൊരു സാന്നിധ്യം എനിക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആർക്ക് വേണമെങ്കിലും അവിടെ വന്നിരിക്കാം, പക്ഷെ എന്റെ അടുത്ത് വന്നിരിക്കുന്നവരെല്ലാം ഒരു കംഫർട്ടായിട്ട്, ഒരു ആശ്വാസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കൊരു ഭയം എന്തെന്ന് ഞാൻ ആ സമയത്ത് അറിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. സ്റ്റിൽ ഇപ്പോഴും ഞാനത് ഓർക്കുമ്പോൾ അതിപ്പോഴും ഒരു സന്തോഷിപ്പിക്കുന്ന ഒരു പ്രസൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലൈഫിലോട്ടനീളം ഞാൻ അത് ആ പ്രസൻസ് അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴും. ശരിക്കും പരിശുദ്ധമ്മയുടെ ഒരു പ്രസൻസ് അല്ലേ? സിസ്റ്ററിനെ പരിചയമില്ലാത്തവർക്ക് അറിയാത്ത ഒരു കാര്യം ഞാൻ ഒന്ന് അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സിസ്റ്റർ നല്ലൊരു പാട്ടുകാരിയാണ്. അപ്പം സോണി സിസ്റ്ററും എനിക്കൊന്ന് ഒരു സന്തോഷിക്കാനോ, സിസ്റ്റർ പാട്ട് എഴുതുന്ന ആളാണ്. അപ്പൊ ആ മേഖലയിൽ 2 പുലിക്കുട്ടികളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അപ്പൊ എനിക്കൊന്ന് ക്രിസ്മസ് ആണ്. അപ്പൊ ക്രിസ്മസിന്റെ ഒരു പശ്ചാത്തലത്തില് സിസ്റ്റർ ഒരു പാട്ട് പാടാൻ ഞങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോണി സിസ്റ്ററിനും കൂടെ പാട്ട് പാടാം. ഞാനൊരു സത്യാവസ്ഥ പറഞ്ഞോട്ടെ. ഞാൻ കർത്താവിന്റെ ആൾക്കാരെ നോക്കി പാടുമ്പോഴാണ് എന്റെ പാട്ടിനൊരു ഭംഗി ഉണ്ടാവണം. അതങ്ങനെ തന്നെയാണ്. സ്റ്റിൽ ഐ ബിലീവ് ലൈക്ക് ദാറ്റ്. ഇപ്പൊ എനിക്ക് പബ്ലിക്കായിട്ട് പാടാൻ പറയുമ്പോൾ എനിക്ക് എങ്ങനെ വരുമോന്ന് എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ കർത്താവിന്റെ ആൾക്കാരെ നോക്കി കുർബാനക്കൊക്കെ പാട്ട് പാടുമ്പോൾ വലിയൊരു അനുഭവമാണ് എൻ്റെ കൂടെ ഉള്ള സിസ്റ്റേഴ്സിന്. അവരനുഭവിക്കുന്ന ആ കാര്യം എന്നോട് വന്ന് ആഫ്റ്റർ മാസ് കുർബാന കഴിഞ്ഞതിന് ശേഷം എന്നോട് വന്ന് ഷെയർ ചെയ്യാറുണ്ട്. നല്ലൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. എനിക്ക് എന്താന്നൊരു അനുഭൂതിയായിരുന്നു ആ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് എത്രമാത്രം അത് അതിന്റെ പൂർണ്ണതയിൽ വരുമോന്ന് എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ട്രൈ ചെയ്യാം. എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിനന്ദ കൊച്ചി ഇടയുടെ സ്ഥാനാരോഹണ ശുശ്രൂഷകളിൽ സിസ്റ്റർ കോയറിലുണ്ടായിരുന്നു. ലൈവിന്റെ ദൃശ്യങ്ങളിലൊക്കെ സിസ്റ്റർ. ഓക്കെ സിസ്റ്റർ, കാവൽ മാലാഖമാരേ കണ്ണടയ്ക്കരുതേ,
നെഞ്ചിൽ മയങ്ങൂ കാവൽ മാലാഖമാരേ. വളരെ നന്നായിരുന്നു സിസ്റ്റർ. ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വേറെ പാട്ട് തന്നെ പറ്റിച്ചു. അത് വലിയ കോൺഫിഡൻസ് ഇല്ല, കാരണം അത് വലിയ ഹൈ സിംഗേഴ്സ് പാടിയിരിക്കുന്ന പാട്ടാണ്. നമ്മൾ പാടി വരുമ്പോൾ അത് ഏത് രീതിയിലാകുമെന്ന് അറിയാലോ. ഞാൻ പൈതലം നോക്കുമ്പോ പൈതലം പറ്റിച്ചു. ഓക്കെ സിസ്റ്റർ. അപ്പം ക്രിസ്മസിന്റെ എല്ലാ ആശംസകൾ. തീർച്ചയായിട്ടും വളരെ നല്ലൊരു പങ്കുവയ്ക്കലായിരുന്നു, ഷെയറിംഗ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി സന്യാസ ജീവിതത്തെ കുറിച്ച് അതിന്റെ ഒരു ബ്യൂട്ടി മഹത്വമൊക്കെ അറിയാമെങ്കിലും കൂടുതൽ ആഴത്തില് അതിന്റെ ഒരു ബ്യൂട്ടി മഹത്വവും ആഹ്ലാദവും സന്തോഷവും ആ കർത്താവ് സന്യാസ ജീവിതത്തിലൂടെ പകരുന്ന ആനന്ദമൊക്കെ ശരിക്കും അനുഭവിച്ചറിയാൻ സിസ്റ്റേഴ്സായിട്ടുള്ള ആ ഒരു ഷെയറിംഗിലൂടെ ഇന്റർവ്യൂവിൽ തീർച്ചയായിട്ടും സാധിച്ചു. എല്ലാ ആശംസകളും ഹെലിന സിസ്റ്ററിന്റെ എല്ലാ ആശംസകളും. നേരത്തെ പറഞ്ഞ ആ ധീര നിലപാടുകൾക്ക് വീണ്ടും ഒരു ബിഗ് സല്യൂട്ട്. ഒപ്പം ധീരതയോടെ സിസ്റ്റർ നടത്തുന്ന സോഷ്യൽ മീഡിയ ഇടപെടലുകൾക്കും എല്ലാ ആശംസകളും. ഇനിയും കൂടുതൽ ഈശോയെ സോഷ്യൽ മീഡിയയിൽ കൊടുക്കാൻ സിസ്റ്റം സോണിയ സിസ്റ്റം സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതിന്റെ ക്രിസ്മസിന്റെ എല്ലാ മംഗളങ്ങളും. താങ്ക് യു. ക്രിസ്മസ് ആശംസ. ക്രിസ്മസ് ആശംസ.